ആദ്യത്തെ സീറോ വേസ്റ്റേജ് സ്റ്റോറാണ് കേട്ടോ ഇത്. 7 to 9 ഗ്രീൻ സ്റ്റോർ. ഇത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം പനമ്പള്ളി നഗറിലാണ് ഈ ഒരു സ്റ്റോർ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്റ്റോറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ കൊണ്ടു കൊടുക്കുന്ന കണ്ടെയ്നർ, അത് നമ്മുടെ വീട്ടിലുള്ള എന്ത് കണ്ടെയ്നറോ ആയിക്കൊള്ളട്ടെ, ആ കണ്ടെയ്നറിൽ തന്നെ ഇവർ പാക്ക് ചെയ്ത് ഐറ്റംസ് നമുക്ക് തിരിച്ചു തരുന്നു. ഇനി അഥവാ നമ്മൾ ഈ ഷോപ്പിലേക്ക് വന്ന് നമ്മുടെ കയ്യിൽ കണ്ടെയ്നർ ഇല്ല എങ്കിൽ നല്ല കുപ്പികളിലാക്കി അവർ നമുക്ക് തരും. ഈ കുപ്പി നമുക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം, അതിൻ്റെ പ്രൈസ് നമ്മൾക്ക് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു സ്റ്റോറിനുള്ളത്. അപ്പോൾ ഈ സ്റ്റോറിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഇൻവോഗിൽ. ലെറ്റ്സ് വാച്ച്. ഹലോ, നമസ്കാരം. ഈ ഒരു സ്റ്റോർ വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ മനസ്സങ്ങ് എടുത്തു കേട്ടോ. വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ അത്രയും അതിശയിപ്പിക്കുന്ന പല കാഴ്ചകളാണ് കണ്ടത്. ബാംബുവിൻ്റെ വെച്ചിട്ടുള്ള സ്ട്രോ, അതുപോലെ തന്നെ പെൻസിൽസ്, ഇതെല്ലാം നമ്മളിങ്ങനെ ത്രോ ചെയ്ത് കളയുന്ന സാധനങ്ങളാണ്. പക്ഷേ അതെങ്ങനെ നേച്ചറിനെ ഹാംഫുൾ അല്ലാതാക്കാം എന്നുള്ളതാണ് ഈ സ്റ്റോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എവിടെ നിന്നാണ് ഈ ഐഡിയ കിട്ടിയത്? ആക്ച്വലി ഇതെന്റെ ഫാമിലി ബിസിനസ് ആണ്. എന്റെ ഗ്രാൻഡ് പേരൻസ് ആയിട്ട് ചെയ്യുന്ന സെയിം ജോലി തന്നെയാണ്. ഞാൻ UK പോയപ്പോൾ ഇതേ പാറ്റേൺ ഒരു സ്റ്റോർ കണ്ടാണ്. സോ ഇത് ഇങ്ങനെയൊന്നും അല്ല ലുക്ക് അതിന്റെ, ബട്ട് ഈ കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നത്, ലൈക്ക് ബ്രിങ് യുവർ ഓൺ കണ്ടെയ്നേഴ്സ്, പാത്രങ്ങൾ കൊണ്ടുവന്ന് റീഫിൽ ചെയ്യുക എന്നൊരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റോർ. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ തോന്നി. പിന്നെ നമ്മുടെ നാടിന് ആവശ്യമായ ഒരു കോൺസെപ്റ്റുമായിട്ട് തോന്നി. സോ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പഴയ പലചരക്കയുടെ ഈ കാണുന്ന ഒരു ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ 2018 ആ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആളുകൾ എല്ലാവരും എന്നെ കളിയൊക്കെയാണ് ചെയ്തത്. കാരണം 10-30 വർഷം മുമ്പ് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് കളഞ്ഞിട്ട് പോയൊരു കോൺസെപ്റ്റിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്ന കൺഫ്യൂഷൻ. ആളുകളും പറഞ്ഞത് അത് ആളുകൾ ഒരിക്കലും കണ്ടെയ്നേഴ്സ് കൊണ്ടുവരില്ല എന്നാണ് പറഞ്ഞത്. ബട്ട് ഇന്നിപ്പോൾ 2024 നിൽക്കുമ്പം എനിക്ക് 3 സ്റ്റോറുകളുണ്ട്. കോലഞ്ചേരി, തൃപ്പൂണിത്തുറ, പനമ്പള്ളി നഗർ. ഇവിടെ വരുന്ന ഒരു 90% ആളുകളും കണ്ടെയ്നേഴ്സ് ആയിട്ടാണ് വരുന്നത്. സോ അത് ആളുകൾക്ക് ആവശ്യമുള്ളൊരു കോൺസെപ്റ്റാണ്. കാരണം പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് അത്രമാത്രം രൂക്ഷമായ ഒരു ഇഷ്യൂ ആണ് നമ്മുടെ നാട്ടിൽ. കാരണം ആളുകൾക്ക് ഇത് ഡിസ്പോസ് ചെയ്യാൻ സ്ഥലമില്ല, അത് പ്രോപ്പറായിട്ട് അത് റീസൈക്ലിംഗ് നടക്കുന്നില്ല. അപ്പം ആളുകൾ ഇത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഒരിക്കലും പ്ലാസ്റ്റിക്കിന് എതിരായിട്ട് പറയുമെന്ന് വിചാരിക്കുന്നത്. കാരണം എൻ്റെ സ്റ്റോറിലിരിക്കുന്ന പല സാധനങ്ങളും പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയതാണ്. ബട്ട് ഞാൻ പറയുന്നത് പ്ലാസ്റ്റിക്കിനെ റെസ്പോൺസിബിളി റീയൂസ് ചെയ്യാനാണ്. നമുക്ക് ഒരു തവണ ഉപയോഗിച്ചിട്ട് കളയുന്നതിന് പകരം ഇതിനൊരു 100 ടൈംസ് എങ്ങനെ റീയൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു ക്ലീനിങ് സൊല്യൂഷൻ്റെ ബോട്ടിൽ ഒരു തവണ ഉപയോഗിച്ചിട്ട് കളയുവാണെങ്കിൽ ആ ബോട്ടിൽ നിങ്ങൾക്ക് ഒരു 100 തവണയെങ്കിലും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അത് ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന, സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറാണിത്. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച വലിയൊരു കാര്യമാണ്, ഇവിടെ വെച്ചിരിക്കുന്ന കണ്ടെയ്നേഴ്സ് ഒന്നും തന്നെ പ്ലാസ്റ്റിക്കില്ല, എല്ലാം തന്നെ നല്ല ചില്ല് കുപ്പിയിലാണ് വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ കുറേ നാളുകളായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് തന്നെ ഈ ചില്ല് കുപ്പികളൊക്കെ അങ്ങ് മാറ്റിക്കളഞ്ഞു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. എങ്ങനെയുണ്ട് റെസ്പോൺസ്? നന്നായിട്ട് ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കണ്ടെയ്നേഴ്സ് എനിക്ക് കോലഞ്ചേരി സ്റ്റോറിൽ ഒരു 100 പേര് വന്ന 1-2 പേരാണ് പാത്രം കൊണ്ടുവരുമെങ്കിൽ എനിക്ക് തൃപ്പൂണിത്തുറയും പനമ്പള്ളിയിലും അതൊരു 80% ആണ്. 100 പേര് വന്ന 80 പേരും അവരവരുടെ കണ്ടെയ്നേഴ്സ് ആയിട്ടാണ് വരിക. കാരണം ആളുകൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആണ്, ലൈക്ക് ഇത് പ്രശ്നമാണ് എന്നുള്ളൊരിതുണ്ട്. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ വീക്കിലി 5 grams മൈക്രോ പ്ലാസ്റ്റിക്സ് ഇൻടേക്ക് ചെയ്യേണ്ടെന്ന് പറയാം. അതായത് നമ്മൾ കഴിക്കുന്നുണ്ട്. അതായത് ഇറ്റ്സ് ഇക്വലന്റ് ടു എ ക്രെഡിറ്റ് കാർഡ്. അതായത് ആഴ്ചയിൽ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ അത്രയും പ്ലാസ്റ്റിക് നമ്മൾ പല ഫുഡിൽ നമ്മൾ കഴിക്കുന്നുണ്ടെന്നാണ്. അപ്പം നമുക്ക് അസുഖം വരാൻ വേറെ കാരണങ്ങൾ വേണ്ട. അപ്പം ആളുകളും കുറേയൊക്കെ അതിനെക്കുറിച്ച് അവെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്ന് വാങ്ങിക്കാനും മാക്സിമം ഗ്ലാസ് ബോട്ടിൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഡിസ്പോസലും ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആളുകൾക്ക് ഇത് കളയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം മാക്സിമം റീഫിൽ ചെയ്യുക, റീയൂസ് ചെയ്യുക. കാരണം പ്ലാസ്റ്റിക് പൊല്യൂഷന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീയൂസബിൾസ് ആണ്. അതായത് നമ്മുടെ കയ്യിലുള്ള കണ്ടെയ്നറുകളെ വീണ്ടും ഉപയോഗിക്കും. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ അത് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അതിനകത്ത് വെക്കുന്ന പ്രോഡക്റ്റ് നമ്മളിപ്പോ ഒരു ഫ്രീ കിട്ടുന്ന ഒരു കണ്ടെയ്നറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫുഡ് പാക്കേജ് വരുന്ന ഒരു കണ്ടെയ്നറോ നമ്മൾ വീണ്ടും ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് പ്രശ്നമാണ്. അതിനകത്ത് അവർ പ്രത്യേകത വൺ ടൈം അപ്പൊ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളും ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള BPA ഫ്രീ ആയിട്ടുള്ള നല്ല പ്ലാസ്റ്റിക്സ് ഉണ്ട്. അത് നമുക്ക് റീയൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ബട്ട് എപ്പോഴും ചില്ല് യൂസ് ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസ് ആണ് എപ്പോഴും കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള സാധനം. സോ അത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാം ഗ്ലാസ് ബോട്ടിൽസും ആണ്. ഇപ്പൊ നിങ്ങളിപ്പം ഒരു ജോലിക്ക് പോയിട്ട് വന്ന ഒരാളുടെ കയ്യിൽ കണ്ടെയ്നർ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന പേപ്പർ കവേഴ്സ് ആണ്. പേപ്പർ കവേഴ്സ് ഞാൻ പറയുമ്പോഴും അതൊരിക്കലും ഒരു സസ്റ്റൈനബിൾ ഓപ്ഷൻ അല്ല. കാരണം പേപ്പർ കവേഴ്സ് മരത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. നമ്മളിപ്പം എല്ലാം പ്ലാസ്റ്റിക്കിനെ സ്വിച്ച് ചെയ്ത് പേപ്പർ ആക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒറ്റ മരം ഉണ്ടാവില്ല, കംപ്ലീറ്റ് വെട്ടേണ്ടി വരും. അപ്പൊ പേപ്പേഴ്സ് ഒരിക്കലും ഒരു
സസ്റ്റൈനബിൾ ഓപ്ഷൻ അല്ല, ബട്ട് ഒരു ഹാർംഫുൾ അല്ലാത്തൊരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പേപ്പർ കവേഴ്സ് യൂസ് ചെയ്യുന്നു. ബട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന എപ്പോഴും കണ്ടെയ്നേഴ്സ് കൊണ്ടൊന്ന് റീഫിൽ ചെയ്യാൻ. അഥവാ കണ്ടെയ്നേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ അത് കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ കണ്ടെയ്നേഴ്സ് അല്ല, ഇപ്പൊ ലിക്വിഡ് ഐറ്റത്തിനെല്ലാം ഞങ്ങൾ ഗ്ലാസ് ബോട്ടിൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ക്ലീനിങ് സൊല്യൂഷൻസ് ഉണ്ട്, ഷാംപൂസ് ഉണ്ട്, ഓയിൽസ് ഉണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ബോട്ടിലുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ എ ഡെപ്പോസിറ്റ് എമൗണ്ട്. ലൈക്ക് 20-25 അങ്ങനെയാണ് ഡെപ്പോസിറ്റ് എമൗണ്ട്. ബോട്ടിൽ കോസ്റ്റ് ഇപ്പൊ ടോപ്പിലൊക്കെ ഇരിക്കുന്ന ബോട്ടിലുകൾ ആ ബോട്ടിൽ തിരിച്ചു കൊണ്ടുവന്നാൽ 20 രൂപ തന്നെ തിരിച്ചും കിട്ടും. റീഫണ്ടബിൾ ആണ്. ഞങ്ങൾ അത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ മാക്സിമം വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യാണ്ട് സാധനങ്ങൾ പർച്ചേസ്. ഇപ്പൊ നമ്മൾ ഒരു ലോണ്ടറി ലിക്വിഡ് വേണം, ഒരു ഫ്രണ്ട് ലോഡ് ലിക്വിഡ് ഡിറ്റർജന്റ് വേണം. ഒന്നെങ്കിൽ നമുക്ക് അവരുടെ പഴയ ബ്രാൻഡഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുവന്ന് അതിലേക്ക് ഫിൽ ചെയ്തുകൊണ്ട് പോകാം. ആ ബോട്ടിൽ ഇല്ല എങ്കിൽ ഞങ്ങളുടെ 1 ലിറ്റർ ബോട്ടിൽ യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് ആ ബോട്ടിൽ എപ്പോൾ തിരിച്ചു കൊണ്ടുവന്നാലും അതിന് ഇന്ന ടൈം ഒന്നുമില്ല. നിങ്ങൾ ഇന്ന് കൊണ്ടുപോയി 1 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നെങ്കിലും ആ ഗ്ലാസ് ബോട്ടിൽ നമ്മൾ 50 റുപ്പീസ് റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. ഇനി നമുക്ക് ഇതൊന്ന് കണ്ട് മനസ്സിലാക്കാം അല്ലേ? അപ്പൊ അതിനുവേണ്ടി ഓരോന്നായിട്ട് നമുക്ക് നോക്കിയപ്പോ ഇതിപ്പോ ഒരു കസ്റ്റമർ കൊണ്ടുവന്ന കണ്ടെയ്നർ ആണ്. ഇതിപ്പോ അവര് യൂസ് ചെയ്തിട്ട് ഒരു ഉപയോഗം ഇല്ലാണ്ട് കളയുന്ന ഒരു സാധനം അവര് സാധനങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. ആ കണ്ടെയ്നർ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യണത് അതിന്റെ ടയർ വെയിറ്റ് എടുക്കും, പാത്രത്തിന്റെ വെയിറ്റ്. സോ ഇത് നമ്മൾ എടുത്തു, ഇത് എടുത്തിട്ട് അത് അതിൽ ഒട്ടിക്കും. ദെൻ റവയാണ് ആൾക്ക് വേണ്ടത്. അപ്പൊ ഇതിന്റെ അകത്ത് 250 ഗ്രാംസ് എന്ന് എഴുതിയുണ്ട്, ഒരു സ്കൂപ്പ്. അപ്പൊ ഇതെല്ലാം കസ്റ്റമർക്ക് തന്നെ എടുക്കാം. സെൽഫ് ടേക്കിംഗ് ആണത്. സ്റ്റാഫ് ഉണ്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ, ബട്ട് കസ്റ്റമർക്ക് തന്നെ സാധനങ്ങൾ എടുക്കാം. ഇപ്പോൾ 1 kg ആണ് വേണ്ടെങ്കിൽ 1, 2, 3, 4 അപ്രോക്സ് 1 kg ആയിരിക്കും. കൃത്യം വാല്യൂ അങ്ങനെയില്ല. അപ്പം ഏകദേശം 1 കിലോ ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനം എടുക്കാം. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതിന് പകുതി മതി എന്ന് പറഞ്ഞാൽ പകുതി എടുത്തു കൊടുക്കും, കാല് മതി എന്ന് പറഞ്ഞാൽ കാല് എടുത്തു കൊടുക്കും. അങ്ങനെയാണ് ഇതിന്റെ വെയിറ്റ് എടുക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് ഈ കണ്ടെയ്നറിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചു. ഇത് കണ്ടെയ്നർ വെയിറ്റ് ആണ്. ഈ 204 എന്ന് എഴുതിയാണ് എല്ലാ ബിൻസിലും അതിന്റെ കോഡ് ഉണ്ട്. ആ കോഡ് എഴുതി വെക്കാം. ഇത് ഓരോ ഐറ്റം എടുക്കുമ്പോൾ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഒരു ഐറ്റം എടുത്തിട്ട് ബാസ്ക്കറ്റിൽ വെക്കുക. എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഒരുമിച്ച് വെയ് ചെയ്താൽ മതി. ഇത് വെയ് ചെയ്യേണ്ട പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടയർ നമ്മൾ ആദ്യം അടിച്ചത് ഇവിടെ സ്കാൻ ചെയ്യാം. ഇത് സ്കാൻ ചെയ്തിട്ട് ടയർ അടിക്കുക വെക്കുക. 204 റവ റോസ്റ്റഡ് സ്റ്റാർ. അപ്പോൾ പാത്രത്തിന്റെ വെയിറ്റ് ഒഴിവായിട്ടുള്ള വെയിറ്റ് കിട്ടും. അപ്പൊ ഇത് 1 കിലോ 95 ഗ്രാം ഉണ്ട്. അപ്പൊ 250 വെച്ചിട്ട് 4 സ്കൂപ്പ് എടുത്താണ് അപ്രോക്സ് 1 കിലോ. അപ്പൊ ഇത് നേരെ ഒട്ടിച്ചേക്കുക. ആൻഡ് ഈ സ്റ്റിക്കർ ഇനി കളയാണ്ടിരുന്നാൽ മതി. ഈ സെയിം സാധനത്തിന് തന്നെയാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ സ്റ്റിക്കർ കളയാണ്ടിരുന്ന അടുത്ത തവണ വരുമ്പോൾ നേരെ സാധനം എടുത്ത് വെയ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് എന്റെ പ്രോസസ്. കണ്ടെയ്നേഴ്സ് ഇനി വീട്ടിൽ ചെന്നത് പകർത്തണ്ട, എക്സസ് വരില്ല, നേരെ കയറ്റി വെക്കാം. അങ്ങനെയാണ് എന്റെ പ്രോസസ്. ഇതിപ്പോ ഒരു കസ്റ്റമർക്ക് ക്ലീനിങ് ഹാൻഡ് വാഷ് വേണം. ഇപ്പൊ ഇത് നമ്മുടെ കണ്ടെയ്നർ ആണ്. അപ്പൊ അവർക്ക് കണ്ടെയ്നർ ഇല്ല. സോ നമ്മുടെ ഡെപ്പോസിറ്റ് കണ്ടെയ്നർ ആണ്. ഇത് 20 റുപ്പീസ് കണ്ടെയ്നർ ആണ്. സോ നമ്മളിത് റീഫിൽ ചെയ്യുന്നത് ഇത് ഓപ്പൺ ചെയ്യാം. ഇതിന്റെ ടയർ എനിക്ക് അറിയാം. സോ ഇതിങ്ങനെ പമ്പ് ചെയ്യണം. നമുക്ക് ഫുള്ള് നിറച്ചാണ് ആവശ്യമെങ്കിൽ നിറച്ച് ഫിൽ ചെയ്ത് കൊടുക്കുക. പകുതിയാണ് വേണമെങ്കിൽ പകുതി ഫിൽ ചെയ്യുക. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. സോ ഇതിപ്പോ നമ്മുടെ വീട്ടിൽ ഹാൻഡ് വാഷിന്റെ ബോട്ടിലും കൊണ്ടുവരാം. അതും കൊണ്ടുവന്ന് അതിലേക്ക് ഫിൽ ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന എല്ലാം തന്നെ ചില്ലിൻ്റെ ഈ ഒരു കണ്ടെയ്നേഴ്സിൽ പൾസസ് ആണ് കേട്ടോ. പൾസസ് ഉണ്ട്, അതുപോലെ തന്നെ നട്ട്സുകളുണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന കപ്പലണ്ടി തന്നെ അത് റോസ്റ്റഡ്, അങ്ങനെ പല തരത്തിലുള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് 1 kg ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുത്തുകൊണ്ട് വരാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് നമുക്ക് ഏകദേശം ഒരു ആഴ്ചത്തേക്ക് കഴിക്കാൻ ഒരു 2 വീക്സിലേക്കാണെങ്കിൽ അത്രയും മാത്രം നമുക്ക് എടുക്കാനായിട്ട് പറ്റുമല്ലേ. അപ്പോൾ ഇവിടുത്തെ കാണാൻ നമുക്ക് ഇപ്പോൾ പീനട്ടിൻ്റെ തന്നെ സോൾട്ടഡ് ഉണ്ട്, അൺസോൾട്ടഡ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഓട്സിൻ്റെ തന്നെ സ്റ്റീൽ കട്ടെന്നും അതുപോലെ റോൾഡ്, പിന്നെ ഷുഗർ ഫ്രീ, അങ്ങനെ പല ടൈപ്പിലുള്ള നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ഓട്സ് നമുക്ക് ബെനിഫിറ്റ് തരുന്നത് കൂടുതൽ ഫൈബർ ഉള്ളത് കഴിക്കുമ്പോഴല്ലേ. അതായത് ഇപ്പൊ നമുക്ക് നോർമലി മാർക്കറ്റിൽ വരുന്ന ഇൻസ്റ്റന്റ് ഓട്സ് ആണ്. ശരിക്കും ഇത് റോൾഡ് ഓട്സും സ്റ്റീൽ കട്ടാണ് ഏറ്റവും അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഓട്സ്. അതായത് ഓട്സിന് ഏറ്റവും ഗുണമുള്ളത്. അതിന് കുക്കിംഗ് ടൈം ഭയങ്കര കൂടുതലാണ്. നിയർലി 45 മിനിറ്റ്സ് കുക്കിംഗ് ടൈം എടുക്കും. മറ്റേ ചുമ്മാ ചൂടുള്ള ഒഴിച്ചാൽ കുക്കാവുമല്ലോ. സോ ശരിക്കും കഴിക്കേണ്ടത് സ്റ്റീൽ കട്ടാണ്. ബട്ട് ഈ ടൈമിന്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ആളുകൾ എപ്പോഴും എളുപ്പത്തിന് വേണ്ടി ഇൻസ്റ്റന്റിലേക്ക് പോകുന്നത്. എപ്പോഴും സോ ഇറ്റ്സ് എ ഹെൽത്ത് ഫുഡ് സ്റ്റോർ ആണ്. ലൈക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും ഇത് എന്താണ് ഇതിന്റെ വ്യത്യാസം. ഇവിടെ വരുന്നവർക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പ്രൈസ് കാണിക്കുന്നത് 15 റുപ്പീസ് ആണ് ഈ ഒരു സോയ ബോളിന്റെ സ്മോളിന്. ഇത് 100 ഗ്രാമിനാണ് 15 റുപ്പീസ്. അപ്പോൾ നമുക്ക് കണ്ടെയ്നറിന്റെ വെയിറ്റ് ഒന്നും വരുന്നില്ല പേപ്പറിൽ എടുക്കുമ്പോൾ. പിന്നെ ഇതിനകത്ത് വരുന്ന ചാർജസ് വേറെ എന്താ വരിക? ഒന്നുമില്ല. അപ്പോൾ 100 ഗ്രാമിന് 15 റുപ്പീസ് ആണ് വരുന്നത്. ഒരിക്കലും എനിക്ക് ഏതാണ്ട് ഒരു 2800ഓളം പ്രൊഡക്ട്സ് ലൂസാണ്. അപ്പൊ നമ്മൾ സ്റ്റാഫിനെ വെച്ച് ഇത് എടുത്തു കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇത് ടൈമിൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. സോ
ആളുകൾ എപ്പോഴും ബോറടിച്ചിരിക്കും. പഴയ പലചരക്കടക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ബോറടിച്ച് നിൽക്കാന്ന് പറഞ്ഞത്. നമ്മൾ ലിസ്റ്റ് കൊടുത്തു, അത് കടക്കാരൻ ഇത് തൂക്കിയെടുത്ത് പാക്ക് ചെയ്ത് തന്നെ സമയം വരെ നമ്മൾ നിൽക്കണം. നമ്മുടെ ഫ്രണ്ടിൽ ഒരാളുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുക്കാം. എടുക്കേണ്ട രീതി അതിനാണ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ 1/2 കിലോ 1 കിലോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മളൊരു പേപ്പർ കവർ, ഇവിടെ എല്ലായിടത്തും പേപ്പർ കവേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ പേപ്പർ കവറിൽ എത്ര അളവാണ് കവറിൽ, ഇതിൽ 500 ഗ്രാംസ് വരെ ഇതിന്റെ അകത്ത് കയറും. 250 to 500 ഗ്രാംസ് ആണ് അളവ്. ഐറ്റം കോഡിന് ഒരു പ്ലേസ് ഉണ്ട്. സോ ഇതിന്റെ അകത്ത് നമുക്ക് ഇപ്പൊ പീനട്ട് മസാലയാണ് വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ പീനട്ട് ഫ്രൈ റോസ്റ്റഡ് ആണ് വേണ്ടെങ്കിൽ 1002 ഇതാണ് ഐറ്റം കോഡ്. സോ ഇത് ഓപ്പൺ ചെയ്യാം, ഇത് ഇതിലേക്ക് കയറ്റി വെക്കുക, ദെൻ പയ്യെ താഴത്തേക്ക് വലിക്കുക. നമുക്ക് ഇത്രയും മതിയെങ്കിൽ അത്ര എടുത്താൽ മതി. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റി എടുക്കുക. ഇത് ചെയ്യേണ്ടത് നമ്മളിവിടെ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, ആ ബാസ്ക്കറ്റിലേക്ക് കീപ്പ് ചെയ്യാം. വെയ് ചെയ്യണൊക്കെ ലാസ്റ്റ് ചെയ്താൽ മതി. ഓരോ തവണ ഓരോ ഐറ്റംസ് എടുക്കാൻ വേണ്ടി പോകണ്ട. അപ്പൊ ഒരു കസ്റ്റമർക്കാണെങ്കിൽ ഈസിയാണ്. അതായത് സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പാക്കറ്റ് പറക്കി എടുക്കുന്നതിന് പകരം നമ്മൾ പാക്ക് ചെയ്തെടുക്കണം. സോ അത് കഴിഞ്ഞ് നമ്മൾ ബാസ്ക്കറ്റിലേക്ക് ഇങ്ങനെ കീപ്പ് ചെയ്യാം. നമുക്ക് അടുത്തൊരു ഐറ്റം വേണ്ടെങ്കിൽ ഇപ്പൊ അതിലും ചൂടെ ഇപ്പൊ പുട്ടുപൊടിയാണ് വേണ്ടെങ്കിൽ അതിന്റെ അകത്തും ഇതുപോലെ തന്നെ 202 കോഡ് എഴുതുക. ഒരു സ്കൂപ്പ് 250 ഗ്രാംസ് ആണ്. അപ്പൊ നമുക്ക് 1/2 കിലോ ആണ് വേണ്ടെങ്കിൽ 1 2 ഇത് അപ്രോക്സ് 1/2 കിലോ ഉണ്ടാവും. ചിലപ്പോൾ ഇത് 450 ഗ്രാം ആയിരിക്കാം, 530 ഗ്രാം ആയിരിക്കാം. ബട്ട് അപ്രോക്സ് 1/2 kg ഉണ്ട്. ഇതും ഇങ്ങനെ കീപ്പ് ചെയ്യാം. സോ ഇതേപോലെ നമുക്ക് എല്ലാ പ്രൊഡക്ട്സും ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ തന്നെ പൊടിക്കുന്നതാണ്. ഇതൊന്നും ബ്രാൻഡഡ് ലൂസ് ചെയ്യുന്നതല്ല. ഇതെല്ലാം ഞങ്ങൾ പൊടികൾ ഒരു 90% ഞങ്ങൾ മേക്ക് ചെയ്യുന്ന സാധനമാണ്. അല്ലാത്ത ഐറ്റംസ് മാക്സിമം ഈ ഹോം മെയ്ഡ് ആയിട്ട് ഇപ്പൊ രസം മിക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹോം മെയ്ഡ് ആയിട്ട് ചേച്ചിമാർ ചെയ്യുന്നത് പ്രൊക്യൂർ ചെയ്യുന്നതാണ്. ബ്രാൻഡഡ് വളരെ മിനിമൽ ആയിട്ട് ഇപ്പൊ മൈദ അങ്ങനെയുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ബ്രാൻഡഡ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പൾസസിൻ്റെ ഇതിലെല്ലാം കണ്ടു. പിന്നെ മറ്റൊന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഹാൻഡ് വാഷ്, അതുപോലെ ലിക്വിഡ് വാഷുകൾ, പിന്നെ അതുപോലെ തന്നെ സോപ്പ്, ബോഡി വാഷ്, ഇങ്ങനത്തെ എല്ലാം തന്നെ കണ്ടെയ്നേഴ്സിൽ അവൈലബിളാണ്. ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ കണ്ടെയ്നറുകളിൽ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഇനി നോക്കാം അല്ലേ. ഇനി നമുക്ക് വീട്ടിലേക്ക് ഏറ്റവും ആവശ്യം വേണ്ട സാധനങ്ങളാണ്. നമ്മളത് കൂടുതലും പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർന്നതാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഇത് സംതിങ് സ്പെഷ്യലാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ പറഞ്ഞോ? ഇതെല്ലാം ക്ലീനിങ് ലിക്വിഡ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ്, ഫ്ലോർ ക്ലീനർ, ഹാൻഡ് വാഷ്, ടോയ്ലറ്റ് ക്ലീനർ, ഇതിന്റെയൊക്കെ പ്ലാന്റ് ബേസ്ഡ് ക്ലീനേഴ്സ് ആണ്. അതായത് നമുക്ക് നോർമലി മാർക്കറ്റിൽ കിട്ടുന്നത് കൂടുതലും കെമിക്കൽ റേഞ്ചസ് ആണ്. അപ്പൊ അതൊന്ന് ശരിക്കും നമ്മുടെ മണ്ണിലേക്കും നമ്മുടെ മുറ്റത്തേക്ക് വേണം, നമ്മൾ ശരിക്കും നമ്മുടെ വെള്ളത്തിലേക്ക് ലീച്ച് ചെയ്യും. ആ വെള്ളമാണ് നമ്മൾ കുടിക്കുക. സോ നമുക്ക് എപ്പോഴും പ്ലാന്റ് ബേസ്ഡ് ക്ലീനേഴ്സ് ആണ് എപ്പോഴും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം. സോ അതിന്റെ ക്ലീനേഴ്സ് ആണ് ഇതല്ല. അപ്പൊ ഇതെല്ലാം ഫ്ലോർ ക്ലീനർ ആണ്. ഈ 4 ഐറ്റം ഫ്ലോർ ക്ലീനർ ആണ്. ഇത് ഡിഫറെന്റ് ഫ്രാഗ്രൻസുകളാണ്. ഓരോന്നിനും ഓരോ ഫ്രാഗ്രൻസ്. ഫ്രാഗ്രൻസ് എന്ന് പറയുമ്പോഴും കെമിക്കൽ ആയിരിക്കില്ല, നാച്ചുറൽ ഒറിജിനൽ എസൻഷ്യൽ ഓയിൽ. ഇപ്പൊ ലെമണിന്റെ ഫ്ലോർ ക്ലീനർ ആണിത്. അപ്പൊ ഇതിന്റെ സ്മെല്ല് എന്ന് പറയുന്നത്, സ്മെല്ല് നോക്കി, ലെമൺ ഓയിലിന്റെ മണമായിരിക്കും. മറ്റേത് എപ്പോഴും സിന്തറ്റിക്, ഇച്ചിരി കുത്തണ സ്മെല്ലായിരിക്കും, സിന്തറ്റിക് ഫ്രാഗ്രൻസ് ആണ്. അപ്പൊ എപ്പോഴും ഇത് ഇങ്ങനെയുള്ള ക്ലീനേഴ്സ് മണം കുറവാണ്, ബട്ട് വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. അതായത് ദിസ് ഇസ് ഇക്വലന്റ് ടു 1/2 ലിറ്റർ നോർമൽ ഫ്ലോർ ക്ലീനർ. അതായത് 1/2 ലിറ്റർ ഫ്ലോർ ക്ലീനർ വാങ്ങുന്നതിന് പകരം 100 ml വാങ്ങിച്ചാൽ മതി. 5 ലിറ്ററിലേക്ക് 10 ml ആണ് ഡൈലൂഷൻ. തിക്ക് ലിക്വിഡ് ആയിരിക്കും. ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. സോ വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി, സൂപ്പറായിട്ട് ക്ലീൻ ആവും. ആൻഡ് ഇത് പെറ്റ് സേഫ് ആണ്, കുട്ടികളൊക്കെ ഉള്ളിടത്ത് സേഫ് ആണ്. ആൻഡ് സ്മെല്ല് മാത്രം കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര ഇന്റൻസ് സ്മെല്ല്, ഭയങ്കര മണം വരാൻ വേണ്ടി ക്ലീൻ ചെയ്യുന്നവർക്കൊന്നും ഇത് പറ്റില്ല. അവർക്ക് എപ്പോഴും കെമിക്കൽ റേഞ്ച് തന്നെയാണ് പറ്റുള്ളൂ. ബട്ട് ഒരു നാച്ചുറൽ എസൻഷ്യൽ ഓയിലിന്റെ സ്മെല്ല്. ഇപ്പൊ ഇതൊക്കെ ടീ ട്രീ ഓയിലാണ്, ലാവൻഡറിന്റെ ഓയിലാണ്. ഇപ്പൊ ലാവൻഡറിന്റെ നോർമൽ ഫ്ലോർ ക്ലീനർ മണം അറിയാൻ പറ്റില്ല, ഇന്റൻസ് സ്മെല്ലാണ്. ഇത് ഒറിജിനൽ ലാവൻഡർ ഓയിലിന്റെ മണമായിരിക്കും, വളരെ മൈൽഡ്. സോ അതിന്റെയാണ് അതെല്ലാം ഡിഷ് വാഷ് ആണ്, പാത്രം കഴുകുന്നത്. അതെല്ലാം കൈക്കൊന്നും ഇഷ്യൂസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഓർഗാനിക്കും വരുന്നുണ്ട്, നോർമലും ഉണ്ട്. നോർമൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ക്ലീനിങ് ലിക്വിഡ്സിന്റെ കെമിക്കൽ റേഞ്ച് ആയിട്ടുള്ള. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഇത് രണ്ടും കോസ്റ്റിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കീപ്പ് ചെയ്തത്. ഇത് കാർ വാഷ് ആണ്. കാർ വാഷ് നല്ല ടോപ്പ് ക്വാളിറ്റി സാധനമായിരിക്കും. അത് നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കാർ വാഷ് ആണ്. അതുപോലെ ഇത് റൂം ഫ്രഷ്നർ ആണ്. അത് നമുക്ക് സ്പ്രേ ചെയ്തപ്പോ നമുക്ക് പഴയ സാനിറ്റൈസറിന്റെ ബോട്ടിലൊക്കെ കൊണ്ടുവന്നാൽ അതിന്റെ അകത്തേക്ക് ഫിൽ ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം, കട്ടൻസിലൊക്കെ സ്പ്രേ ചെയ്യാം. ഫ്രാഗ്രൻസ് ഓർഗാനിക് ആണ്. സോ അങ്ങനെ ആ കാറ്റഗറിയിൽ വരുന്നതാണ് ഇതെല്ലാം. ഇതിന്റെ തന്നെ നമുക്ക് ആ സൈഡിൽ ലോണ്ടറി റിലേറ്റഡ് ഒരു സെക്ഷൻ ഉണ്ട്. ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ്, അതുപോലെ ഫാബ്രിക് സോഫ്റ്റ്നർ, സ്റ്റിഫ്നർ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതിന്റെ അകത്ത്. അതുപോലെ തന്നെ ഓയിൽസും വരുന്നത്, അതെല്ലാം ഹെയർ ഓയിൽസ് ആണ്. കാസ്റ്റർ ഓയിൽ, നീം ഓയിൽ, ആൽമണ്ട് ഓയിൽ, 18 ഹെർബ്സ്. അത് സെസമി ഓയിൽ ആണ്. എള്ളെണ്ണയിൽ 18 ഹെർബ്സ്. ഇപ്പൊ ലാവൻഡർ, അങ്ങനെയുള്ള റോസ്മേരി, നീം, അങ്ങനെയുള്ള എല്ലാ അത് ഹെയർ ഓയിൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്.
സംഭവങ്ങൾ. അപ്പൊ ഇത് നമ്മൾ എടുക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് കസ്റ്റമർക്ക് അവരുടെ വീട്ടിലെ പഴയ ക്ലീനിങ് സൊല്യൂഷന്റെ ബോട്ടിൽ കൊണ്ടുവരാം. ബോട്ടിൽ ഇല്ലാത്തവർക്ക് നമ്മുടെ ബോട്ടിൽ യൂസ് ചെയ്യാം. അപ്പൊ നമുക്കിപ്പോൾ ഒരു ഹാൻഡ് വാഷ് ആണ് വേണ്ടെങ്കിൽ ഈ ബോട്ടിൽ ഓപ്പൺ ചെയ്യാം. ഇതിന്റെ ടയർ എനിക്കറിയാം, ഇത് 130 grams ആണ്. ടയർ അറിയില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടയർ എടുക്കും. സോ ഇത് വെക്കുക, അതിലേക്ക് പമ്പ് ചെയ്യാം. ഇത്രയാണ് അതിന്റെ പരിപാടി ഉള്ളൂ. സോ ക്ലോസ് ചെയ്യാം ആൻഡ് ടയർ അടിക്കുക, ഐറ്റം കോഡ് അടിക്കുക. ഇങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്. ഇത് ലാവൻഡർ ആണ്. ലാവൻഡർ നല്ല നനുത്ത സ്മെല്ലാണ് കേട്ടോ. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലാവൻഡറിന്റെ സ്മെല്ലാണ്, ഒരു കുത്തലൊന്നുമില്ല. ഇവിടെയും നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ നല്ല പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. അത് തന്നെ പല വെറൈറ്റീസ് ആണ്. അതായത് നമ്മൾ വിചാരിക്കും തേൻ എന്ന് പറഞ്ഞാൽ ഒറ്റ തേൻ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. 3 ടൈപ്പ് തേനൊക്കെയാണ് ഇതാ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ തേനൊക്കെ ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ തന്നെ ഞെട്ടിപ്പോയി. തേൻ എന്ന് പറയുമ്പോൾ ഒറ്റ തേനെ ഞങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരുന്നു. അതിന്റെ എടുക്കുന്ന രീതിക്കുള്ള വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ ഒന്ന് പെട്ടിത്തേൻ ഉണ്ടാവും, വൈൽഡ് ഹണി ഉണ്ട്, അതായത് കാട്ടുതേനായിട്ടുണ്ട്, അതിന്റെ റോ ഹണി ഉണ്ട്. ഇപ്പൊ ഇത് നോർമൽ നമ്മുടെ പെട്ടിത്തേനാണ്, തോട്ടങ്ങളിൽ ബോക്സ് വെച്ചിട്ട് നല്ല ബ്ലാക്ക്. ഇത് ഫിൽറ്റേർഡ് ആണിത്, തേപ്പും പൊടിയൊന്നുമില്ല, ഫിൽറ്റേർഡ് സാധനമാണ്. ഇറ്റ്സ് നോർമൽ സ്മെല്ല് തന്നെ ആയിരിക്കും, നോർമൽ ഹണിയുടെ സ്മെല്ല്. സോ ഇതാണ് നാടൻ തേൻ. നാടൻ തേൻ എന്ന് പറഞ്ഞാൽ തോട്ടങ്ങളിൽ ബോക്സ് വെച്ചെടുക്കുന്ന ഹണി. ഇത് വൈൽഡ് ഹണിയാണ്, അതായത് ഫോറസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഹണിയാണ്. ഇത് റോ ഹണിയാണ്, അതായത് ഫോറസ്റ്റ് ഹണി തന്നെ. അതിന്റെ അന്ന് പൂമ്പൊടി റിമൂവ്ഡ് ആയിരിക്കില്ല, റോ ആയിരിക്കും, ഫിൽറ്റേർഡ് ഒന്നും ആയിരിക്കില്ല, റിമൂവ്ഡ് ആയിരിക്കും. സോ ഇത് സ്മെല് ചെയ്താൽ മനസ്സിലാവും എന്താണ് പഴയ തേനിന്റെ മണം. ശരിയാണ്, ആ പൂമ്പൊടിയുടെ മണം വരുന്നത്, പഴയ ആ സ്മെല്ല് കിട്ടും. ഇതാണ് ശരിക്കും ഒറിജിനൽ, അതായത് പ്രോസസ്ഡ് അല്ലാത്ത ഒറിജിനൽ തേൻ. അതിന്റെ പ്രൈസും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കായിരുന്നു, എനിക്കൊന്ന് ലേഡീസിന് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഇങ്ങനെ പല പല സ്പൂണുകൾ. അതുപോലെ തന്നെ ഇതാ ഇതെല്ലാം തന്നെ ഉണ്ട് നീമില് അല്ലേ, എല്ലാ തടി. ഈ തടി എല്ലാം എന്ന് പറയുന്നത് ആര്യവേപ്പിന്റെ തടി. ഇപ്പൊ നമ്മൾ പല സ്റ്റോറുകളിലും ചെല്ലുമ്പോൾ നമുക്ക് പല ടൈപ്പ് തടിയിലുള്ളതാണ്. ചിലത് എനിക്കൊന്ന് പനയുടെ തടിയുണ്ട്. പിന്നെ കൂടുതലും അത് വാക്സ് പോളിഷ്ഡ് ആണ് കൂടുതൽ കാണുന്നത്. നോർമലി കാണുന്ന സ്റ്റോഴ്സിലെല്ലാം ഇത് വാക്സ് പോളിഷ് ചെയ്യും. ഇത് പോളിഷ്ഡ് അല്ല, ഇത് നീം ഓയിലിൽ തന്നെയുള്ള ഒരു പോളിഷേ ഉള്ളൂ. നീം ഓയിലിൽ തന്നെ ചെയ്യണം. അത് ഫസ്റ്റ് വാഷിൽ തന്നെ വുഡ് എങ്ങനെ ഇരിക്കോ അതേപോലെ തന്നെയാണ്. അതിന്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഓരോന്നോരോന്ന് നോക്കി കാണാം. പിന്നെ ഇവിടെ വരുന്നത് എന്തൊക്കെയാ? ഇതില് പിന്നെ നെയ്യാണ്. ഇത് നമ്മുടെ നോർമൽ നാടൻ നെയ്യാണ്, യെല്ലോ കളർ. ഇത് A1 ഗീ ആണ്. ദിസ് വൺ ഇസ് A2 ഗീ ആണ്, ബ്രൗൺ കളർ ആയിരിക്കും. ഇത് A2 A1 എന്ന് പറഞ്ഞാൽ A2 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്യുവർ നേറ്റീവ് കൗസ്, അതായത് നമ്മുടെ ഇന്ത്യൻ ബ്രീഡ് കൗസിന്റെ നെയ്ക്കാണ് A2 കൗസ് എന്ന് പറയും. അതായത് നമ്മുടെ പശുവിന്റെ കാളയ്ക്ക ഉള്ള പോലെ തന്നെ പശുവിന്റെ മുകളിൽ ഹമ്പ് ഉണ്ടാവും. അതായത് വെച്ചൂര്, സഹിവാള്, ഗിർ ഇങ്ങനെയുള്ള നമ്മുടെ നേറ്റീവ് കൗസ് ആണ് A2 കൗസ്. A2ന് പാല് വളരെ കുറവാണ്. ഇപ്പൊ വെച്ചൂരിനൊക്കെ മാക്സിമം 1 ലിറ്റർ 1.5 ലിറ്റർ ആണ് പാല് കിട്ടുന്നത്. അതേസമയം നമ്മുടെ ഇപ്പോഴുള്ള നമ്മൾ പറയുന്ന നാടൻ പശുക്കൾ എന്ന് പറയുന്ന എല്ലാം സങ്കര ഇനങ്ങളാണ്, ക്രോസ് ബ്രീഡ്സ് ആണ്. അതായത് അതെ, നാടന്റെയും ഹൈബ്രിഡ്സിന്റെയും കൂടെ ക്രോസ് ആണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ ക്രോസ് ബ്രീഡ് ചെയ്താണ്. അപ്പൊ അതിന്റെ കണ്ടന്റ് മാറിപ്പോയി. സോ A2 ബീറ്റ കേസിനായിരുന്നു A1 ബീറ്റ കേസിനായി പോയി. സോ എപ്പോഴും ആ നെയ്ക്കിന്റെ ഒതന്റിക് ടേസ്റ്റും അതിന്റെ അരോമയും എല്ലാം ഉള്ളത് A2 മിൽക്കിൽ ചെയ്യുന്ന ഗീക്കാണ്. കളറും ഗ്രീനിഷ് ബ്രൗൺ കളറാണ് ഇതിന്. മറ്റേത് യെല്ലോ കളർ ആയിരിക്കും. അതിന്റെ സ്മെല്ല് നോക്കിയാൽ മനസ്സിലാവും എന്താണ് വ്യത്യാസം. ഇതാണ് പഴയ മണം കിട്ടും. ഇപ്പൊ വാങ്ങുന്ന ഒരു നെയ്ക്കും നമുക്ക് ആ പഴയ സ്മെല്ല് കിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ അതിന്റെ കണ്ടന്റ് മാറിപ്പോയതാണ്. ഒരിക്കലും അതൊരു അഡൾട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇത് ഗുണത്തിൽ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പൊ ലാക്ടോസ് ടോളറന്റ് ആണ് A2. ഇൻടോളറൻസ് ഉള്ള കുട്ടികൾക്ക് കൊടുക്കാം. അതുപോലെ ഈ പിള്ളേർക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടത് A2 ആണ്, A1 അല്ല. സോ നമുക്ക് കിട്ടുന്ന ഒരു 99% A1 ആണ്. അതിന്റെ കോസ്റ്റിലും ഭയങ്കര വ്യത്യാസമുണ്ട്, ഓൾമോസ്റ്റ് ഡബിൾ വ്യത്യാസമുണ്ട്. ഇപ്പൊ നോർമൽ ഗീ ആണെങ്കിൽ ഒരു 900 പെർ കിലോ ഒക്കെ വരുമ്പോൾ, അതായത് നാടൻ നെയ്യ് തന്നെയാണ് അതും, യെല്ലോയും. അതും ഈ ഫ്രീ ഗ്രേസ് കൗവിന്റെ നെയ്യ് തന്നെയാണ്. ബട്ട് അതിന് 900 വരുമ്പോൾ ഇത് 1800 വരും, 1800 ആണ്. ഓൾമോസ്റ്റ് ഡബിൾ കോസ്റ്റ് ആണ്. ബട്ട് അതിന്റെ ഗുണം ഇതിനുണ്ട്, അത് കഴിച്ചാൽ മനസ്സിലാവും. സോ അതുപോലെ തന്നെ നമുക്ക് പിക്കിൾസ്, ഇതെല്ലാം സ്പ്രെഡ്സ് ആണ്. അതായത് നമ്മൾ ജാമിന് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ബ്രാൻഡഡ് അങ്ങനെയുള്ള ഒരു സാധനം ഞാൻ ചെയ്യുന്നില്ല. ഇത് ചെന്നൈ ബേസ്ഡ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടാക്കുന്നതാണ്. അതിന് ഇത് പ്രിസർവേറ്റീവ് ഫ്രീ ആണ്. പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണം. ഒറ്റ നൈറ്റ് പുറത്തിരുന്നാൽ പിറ്റേ ദിവസം ഫംഗസ് വന്നിരിക്കും. സോ സോസ്, ടൊമാറ്റോ സോസ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ടൊമാറ്റോ സോസ് ഒന്നും പുറത്ത് വെക്കാൻ പറ്റില്ല.
ഇപ്പിരിക്കണതിന് കുഴപ്പമില്ല, ഇത് സീൽഡ് ആണ്. ബട്ട് ഇത് പൊട്ടിച്ചാൽ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യണം. ആൻഡ് കൺസംഷൻ ഒരു 2 വീക്സിനുള്ളിൽ കൺസ്യൂം ചെയ്യും വേണം. നമ്മൾ പിന്നെ കുറെ നാളത്തേക്ക് 12 മാസം ഒന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. ഇത് പിക്കിൾസും അതുപോലെ തന്നെ. ഇത് കിഴക്കമ്പലത്തിൽ ചേച്ചി ഉണ്ടാകുന്നതാണ്. സൂപ്പർ പിക്കിൾസ് ആണ്, ആൻഡ് വിത്തൗട്ട് പ്രിസർവേറ്റീവ്സ് ആണ്. ആൻഡ് ഇത് ഞാൻ ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ മാത്രമല്ല ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഹോം മെയ്ഡ് ആയിട്ട് ചെറിയ ചെറിയ വീടുകൾ, ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് ചെയ്യുന്ന ആളുകളുടെ സാധനങ്ങൾ നമ്മൾ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സിനമൺ പൗഡർ ആണ്. ഇത് മാംഗോ പൗഡർ ആണ്. ആംചൂർ പൗഡർ എന്ന് പറയും. മാംഗോ പൗഡർ കൂടുതൽ യൂസ് ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻ പീപ്പിൾസ് ആണ്. അതായത് നമ്മളിപ്പോ പുളി, വാളംപുളി, കോടംപുളി ഒക്കെ യൂസ് ചെയ്യുന്നത് കറിക്ക് എല്ലാം പുളി കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മാംഗോ പൗഡർ. ഇത് അശ്വഗന്ധയാണ്. അശ്വഗന്ധ കൂടുതൽ റിലാക്സിങ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ രാവിലെ പാലിലൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന. ആംല പൗഡർ ആണ്. ജിഞ്ചർ പൗഡർ, വീറ്റ് ഗ്രാസ് പൗഡർ, അതൊക്കെ കൂടുതലും ഇങ്ങനെയുള്ള നമുക്ക് ഈ ഇതിനൊക്കെ നല്ലതെന്ന് പറയും. നമ്മുടെ ഫാറ്റി ലിവറിനൊക്കെ അതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലല്ല, ഇതൊക്കെ നമ്മൾ പ്രൊക്യൂർ. ഈ ഓർഗാനിക് എന്ന് എഴുതിയ ഒന്നും ഞാൻ പൊടിക്കുന്നതല്ല. അതെല്ലാം ഓർഗാനിക് എന്ന് മെൻഷൻ ചെയ്തേക്കണം. എല്ലാം സർട്ടിഫൈഡ് ഓർഗാനിക് സപ്ലയേഴ്സിൽ നിന്ന് ബൾക്കായിട്ട് പ്രൊക്യൂർ ചെയ്യുന്ന ലൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നാടൻ എഴുതിയ എല്ലാം ഞാൻ പൊടിക്കുന്ന സാധനം. ഓർഗാനിക് മെൻഷൻ ചെയ്തൊന്നും നമ്മൾ ചെയ്യുന്ന ഒന്നും ഓർഗാനിക് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഓർഗാനിക് റോ മെറ്റീരിയൽ എടുത്ത് പൊടിക്കുന്നതാണെങ്കിൽ പോലും ഞാൻ ഓർഗാനിക് മെൻഷൻ ചെയ്തിട്ടുള്ള നാടനെ മെൻഷൻ ചെയ്തു. ഈ പ്രോഡക്ട്സ് ഒക്കെ ഇത് സോപ്പുകളാണോ? സോപ്പുകൾ, അതുപോലെ കോസ്മെറ്റിക് സെഷൻ ആണ്. അത് നാച്ചുറൽ കോസ്മെറ്റിക് സെഷൻ ആണ്. ഇപ്പൊ ഇതൊക്കെ സോപ്സ് ആണ്. ഇതൊക്കെ തുളസി, അതുപോലെ ഇത് ഷാംപൂ ബാർ ആണ്. ഷാംപൂ ബാർ ആയിട്ട്, അതായത് നമ്മളിപ്പോ ഷാംപൂ യൂസ് ചെയ്യുന്ന ബാർ ആയിട്ട് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ്. ഒരു കെമിക്കൽ സാധനം ഉണ്ടാവില്ല. സോ ഇതെല്ലാം കോക്കനട്ട് ഓയിൽ ബേസും ആണ്. ബേസ് കോക്കനട്ട് ഓയിൽ ആണ്. അതിന്റെ സോപ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ അതിന്റെ അതായത് എസെൻഷ്യൽ ഓയിൽസ് ആയിരിക്കും സ്മെല്ലിന്. ആദ്യം പറഞ്ഞ പോലെ ഇന്റൻസ് മണം ഉണ്ടാവില്ല, വളരെ മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലേ ഉണ്ടാവുള്ളൂ. സോ അതിൽ വരുന്നതാണ് ഇതെല്ലാം. ഇതും സോപ്സ് ആണ്. ഇതെല്ലാം ഹോം മെയ്ഡ് സോപ്സ് ആണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ പഴയ നോർമൽ കാസ്റ്റിക് സോഡ ബേസ് ആയിട്ടുള്ള സാധനത്തിന് സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഇതൊക്കെ ഷാംപൂവിന്റെ നാച്ചുറൽ ഷാംപൂസ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് താളിയൊക്കെ പോലെ യൂസ് ചെയ്യാവുന്ന സാധനം. ഇതൊക്കെ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യണം. ഇതൊക്കെ അതിന്റെ പൗഡേഴ്സ് ആണ്. ഇത് ലിപ് ബാം ആണ്. നാച്ചുറൽ ബി വാക്സിലുള്ള ലിപ് ബാം ആണ്. കൂടുതൽ ഇതെല്ലാം ഈ പെട്രോളിയം ബൈ പ്രൊഡക്ട്സ് ആണ് ഇതിന്റെ ഇതെല്ലാം വരിക. ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള. ഇത് അതിന്റെ പിറ്റ് പേസ്റ്റ് ആണ്, ഡിയോഡറന്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നത്. ഇത് കാജലാണ്, കൺമഷി, നാച്ചുറൽ കൺമഷിയാണ്. അതുപോലെ ഇത് നമ്മുടെ മോസ്കിറ്റോ റിപ്പലന്റ് ആണ്. അതായത് നമുക്ക് ബോഡിയിൽ അടിക്കാവുന്ന, നമ്മളിപ്പോ നോർമലി യൂസ് ചെയ്യുന്ന കെമിക്കൽ സാധനം അല്ല, നാച്ചുറൽ ആയിട്ടുള്ള സാധനം. ഇത് ബേസ് വരുന്നത് കോക്കനട്ട് ഓയിലും സിട്രണൽ ഓയിലും പുൽത്തൈലും ആണ് ഉള്ളൂ. നമുക്ക് ബോഡിയിൽ അടിക്കാം. അത് നമ്മളിപ്പോ ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന സാധനമാണ് കൊതുക് വരാതിരിക്കുന്നത്. സിട്രണൽ ഓയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റിപ്പലന്റ് ആണ്. എസെൻഷ്യൽ ഓയിൽസിൽ നാച്ചുറൽ റിപ്പലന്റ് ആണ്, കൊതുക് വരില്ല. അതിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മുടെ ഇപ്പൊ ഈ പയറുപൊടി പോലെ ബോഡി വാഷ്, അങ്ങനെയുള്ള പൊടികൾ, ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റന്റ് സ്റ്റിക്സ് ആണ്. ചന്ദനത്തിരികളില്ലേ, അതിന്റെ ഓർഗാനിക് സാധനമാണ്. ഇത് നമുക്ക് ബേസ് ടെമ്പിൾ ഫ്ലവേഴ്സ് ആയിരിക്കും. ഇപ്പൊ അമ്പലത്തിലൊക്കെ പൂജ കഴിഞ്ഞിട്ട് വരുന്ന വേസ്റ്റ് ഫ്ലവേഴ്സ് ആണ് അതിന്റെ ബേസ്. ആൻഡ് എസെൻഷ്യൽ ഓയിൽസ് ആണ്. ആൻഡ് ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്, കമ്പയർഡ് ടു നോർമൽ കോസ്റ്റ്ലി ആണ്. ബട്ട് എപ്പോഴും ഇങ്ങനെയുള്ള സാധനമാണ് നമ്മൾ കാരണം മുറിക്കകത്തെല്ലാം അടച്ചിട്ടിട്ട് പൂജാമുറിയിലൊക്കെയാണ് ഇത് കത്തിക്കുന്നത്. ഹാർംഫുൾ അല്ലാത്ത സാധനങ്ങൾ വേണം എപ്പോഴും യൂസ് ചെയ്യാൻ. സോ അങ്ങനെയുള്ളതാണ്. ഇപ്പൊ ഇതൊക്കെ നമ്മുടെ ബോട്ടിൽ ക്ലീനർ ആണ്. ഇതൊക്കെ കൊയറിലുള്ളതാണ്. കണ്ടോ, ഇത് വളരെ ശരിക്കും നമ്മൾ സിമ്പിളാന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിന്റെ ഇതൊക്കെ ശരിക്കും ബോട്ടിൽസിൽ യൂസ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ വീഴും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ ഹാർംഫുൾ അല്ല. ഇതും വെജിറ്റബിൾ വാഷ് ആണ്, വെജിറ്റബിൾ വാഷ് ചെയ്യാനുള്ള. ഇത് നമ്മുടെ ഡിഷ് വാഷ് ആണ്, പാത്രം കഴുകാനുള്ള. നോർമലി പാത്രം കഴുകാനായിട്ട് അങ്ങനെയുള്ള കൊയറിലുള്ള സാധനങ്ങളാണ്. അതൊക്കെ നമ്മുടെ പഴയ ബ്രഷുകളില്ലേ, നമ്മുടെ തുണി വാഷ് ചെയ്യാനുള്ള, ക്ലോത്ത് വാഷ് ചെയ്യാനുള്ള ബ്രഷ്. ഇതൊക്കെ നമ്മുടെ പഴയ, ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരെല്ലാം സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് പീച്ചിങ്ങ. പീച്ചിങ്ങയുടെ സ്ക്രബായിട്ട് മുപ്പൂരിയുള്ളൂ. സ്റ്റിച്ച് ചെയ്തെടുത്തേണെന്ന് മാത്രം പീച്ചിലായിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഇപ്പൊ പ്ലാസ്റ്റിക് സ്ക്രബിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന നാച്ചുറൽ സ്ക്രബ്സ് ആണ്. ഇതൊക്കെ കോട്ടണിൽ ചെയ്യുന്നതാണ്. ഇതും സ്ക്രബ്സ് ആണ്, നമ്മുടെ കയ്യിലിട്ടിട്ട് ഇത് ചെയ്യാവുന്ന അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഇതൊക്കെ നീമിന്റെ കോംസ് ആണ്. ഈ കോമ്പുകൾ കണ്ടോ, നമ്മൾ ആദ്യം സ്പൂണുകൾ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം നീമിൽ ചെയ്തതാണ്. ആര്യവേപ്പിന്റെ തടിയിലുള്ളതാണ്. ഇത് ഡീറ്റാങ്കിൾഡ് ആണ്, അകലുള്ള ടൈപ്പ്. ഇത് ചേർന്നിരിക്കുന്നത്. ഇതിന്റെ ഗുണം എന്താ? നീം ശരിക്കും നമ്മളിപ്പോ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനം നമ്മുടെ സ്കാൽപ്സിൽ ചെയ്യണ എപ്പോഴും നല്ലതല്ല. നമ്മൾ റെഗുലർ യൂസ് ചെയ്യണല്ലേ, ഡെയിലി 3-4 തവണ ഉപയോഗിക്കുന്നത്. സോ നീം എപ്പോഴും ഒരു നാച്ചുറൽ ആയുർവേദിക് സാധനമാണ്, ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. സോ എപ്പോഴും അതാണ് നല്ലത്. ഇത് ഷാംപൂ കോമ്പാണ്. ഷാംപൂ ഇട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇത് നമുക്ക് ഇതുവരെ കാണാത്തൊരു ടൈപ്പ് സാധനം പോലെ തോന്നിയിട്ടുണ്ട്. സാനിറ്ററി പാഡ്സ് ആണ്. അതായത് നോർമലി നമ്മൾ വാങ്ങുന്ന സാനിറ്ററി പാഡ്സ് ആണ് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനം.
സോ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ക്ലോത്തിന്റെ പാഡാണ്. ഇത് ഒറോവിലിന്റെ പ്രൊഡക്റ്റ് ആണ്, പോണ്ടിച്ചേരി അവർ മേക്ക് ചെയ്യുന്നതാണ്. ഇതിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതിന്റെ നാച്ചുറൽ കോട്ടൺ ഉണ്ട്, ഓർഗാനിക് കോട്ടൺ ഉണ്ട്. അത് കൂടാണ്ട് ഇതിന്റെ സൈസിലും നൈറ്റ് പാഡ്, ഡേ പാഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേരിയേഷൻസ്. അപ്പൊ അതിന്റെ പല ടൈപ്പാണ്. പല സൈസിലുള്ള ബാഗ്സ് ആണ്, അല്ല സാനിറ്ററി പാഡ്സ് ആണ്. വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ക്ലോത്ത് പാഡ്സ്. ഇത് നമ്മുടെ കാശ്മീരി മോഗ്ര സാഫ്രോൺ ആണ്. മോഗ്ര എന്ന് പറയുന്നത് സാഫ്രോണിന്റെ ടോപ്പിലെ ആ സ്ട്രാൻഡ് മാത്രം വരുന്നത് ഒറിജിനൽ. ഇത് ഞങ്ങൾ ഫാമറിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്, ഡയറക്റ്റ് ഫാമറിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അതിന്റെ ഗ്രാം എത്ര വരും? 1 gram. 1 gram. പിന്നെ ഇനി ഇങ്ങോട്ട് വരുമ്പോ ഇതെല്ലാം നമ്മുടെ ലോണ്ടറി ലിക്വിഡ്സ് ആണ്. ഈ വരുന്ന എല്ലാം തന്നെ ലോണ്ടറി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും. അതായത് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ്, അതിന്റെ വിത്ത് ഫ്രാഗ്രൻസ്, വിത്തൗട്ട് ഫ്രാഗ്രൻസ്, അതിന്റെ ഓർഗാനിക്, സോഫ്റ്റ്നർ. ശരിക്കും ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ക്യാൻസൽ ഇപ്പൊ 25 liters ക്യാൻസലാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പർച്ചേസിൽ വരുമ്പോൾ ഇവർ ഈ ക്യാൻസർ റിട്ടേൺ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് ഇത് റീയൂസ് ചെയ്യാം. ആ കമ്പനികൾ തന്നെ കൊണ്ടുപോയി അടുത്ത തവണ നമുക്ക് ഈ സെയിം സാധനം നമുക്ക് റിട്ടേൺ കിട്ടും. അപ്പൊ നമുക്ക് വെറുതെ ഈ ജാസും വെറുതെ വേസ്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇത് ഫ്രണ്ട് ലോഡിന്റെ വിത്തൗട്ട് ഫ്രാഗ്രൻസ് ആണ്, മണമില്ലാത്ത. ഇത് ടോപ്പ് ലോഡിന്റെ വിത്തൗട്ട് ഫ്രാഗ്രൻസ് ആണ്. ഇത് ഫ്രണ്ട് ലോഡിന്റെ ടോപ്പ് ലോഡിന്റെ വിത്ത് ഫ്രാഗ്രൻസും വിത്ത് ഫ്രാഗ്രൻസിന്റെ ടോപ്പും ഫ്രണ്ടും. ഇതെല്ലാം ബക്കറ്റ് വാഷ് അല്ല, ഇതൊക്കെ ബയോ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. ഓർഗാനിക് വരുന്ന ഇതാണ്. ഇത് ഓർഗാനിക് ആണ്. ഇത് എന്താന്ന് വെച്ചാൽ ഇത് മൈക്രോബ്സ് ബേസ്ഡ് ആണ്. അതായത് മൈക്രോബ്സ് ആണ് അതിന്റെ അകത്തുള്ളത്. അപ്പൊ അതിന് വേറെ കളറോ ഇതൊന്നും മണമൊന്നും ഉണ്ടാവില്ല. ഫ്രാഗ്രൻസ് ഒക്കെ ആഡ് ചെയ്താൽ അത് ചത്തുപോകും. ശരിക്കും ഇത് പ്രോട്ടീൻ അല്ലാത്ത എല്ലാ ക്ലോത്ത്സും യൂസ് ചെയ്യാം. അതായത് സിൽക്ക്, വൂള് അങ്ങനെയുള്ള ഡ്രസ്സുകൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള കോട്ടൺ, ലിനൻ അങ്ങനെയുള്ള നമുക്ക് അല്ലാതെ യൂസ് ചെയ്താൽ ഇത് പ്രോട്ടീൻ ആണ് ശരിക്കും ഈ മൈക്രോബ്സിന്റെ ഫുഡ്. അപ്പൊ പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള സാധനത്തിന് ഇത് തിന്നും. ശരിക്കും അങ്ങനെയാണ് അതിന്റെ പ്രോസസ്. അങ്ങനെയാണ്. അതിന്റെ ഇത് കഴുകണ വെള്ളം നമുക്ക് ചെടിക്കൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ മണ്ണിലേക്ക് പോയാലും കുഴപ്പമില്ല, നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് പോയ പ്രശ്നമില്ല. സോ അങ്ങനെയുള്ള ക്ലീനർ ആണ്. ആൻഡ് ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതായത് നമ്മൾ ബ്രാൻഡഡ് ഒരു ലോണ്ടറി ലിക്വിഡ് വാങ്ങുന്ന വിലയ്ക്ക് ഇത് കിട്ടും, റീഫിൽ ചെയ്യാം. അതുപോലെ നമ്മളിപ്പോ ബ്രാൻഡഡ് ലോണ്ടറി ലിക്വിഡ് വാങ്ങണേക്കാൾ ഒരു 20-25% കുറവായിരിക്കും നമ്മൾ ഇതുവരെ. ഇത് ഒരിക്കലും ക്വാളിറ്റി കുറഞ്ഞ ലിക്വിഡ് അല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. തീരെ പ്രൈസ് കുറവായിരിക്കില്ല. വെൻ കമ്പയർഡ് ടു ബ്രാൻഡഡ് പ്രോഡക്ട്സ് പ്രൈസ് ഒരു നിയർലി 20-25% കുറവായിരിക്കും. അത് ആ ബോട്ടിലിംഗിന്റെയും ബ്രാൻഡിംഗിനാണ്. ഇപ്പൊ ആ കുപ്പി കൊണ്ടൊന്ന് റീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കുപ്പിയുടെ പൈസ നമുക്ക് സേവ് ചെയ്യാം, ആ ബ്രാൻഡിങ് പരസ്യത്തിന്റെ പൈസ സേവ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സേവ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഫാബ്രിക് സോഫ്റ്റ്നർ ആണ്. സോഫ്റ്റ്നർ സ്മെല്ലിനെല്ലാം യൂസ് ചെയ്യുന്നത്. അതിന്റെ 4 ഫ്രാഗ്രൻസ് ഉണ്ട്. ഇത് റോസ് ആണ്, ലാവൻഡർ ആണ്, ഇത് സ്റ്റിഫ്നർ ആണ്, പശയില്ലേ പശ സ്റ്റിഫ്നർ ആണ്. അത് ടോയ്ലറ്റ് ബൗൾ ക്ലീനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂ കളറിലെ ആസിഡ് ബേസ് ആയിട്ടുള്ള ക്ലീനർ. ഞാൻ ആദ്യം പറഞ്ഞ അതിന്റെ നാച്ചുറൽ ആണ് അപ്പുറം കണ്ടത്. അപ്പൊ ഞാൻ രണ്ടും വെച്ചിട്ടുണ്ട്. കോസ്റ്റ് വൈസ് ഇത് കുറച്ചുകൂടെ ചീപ്പാണ്, റേറ്റ് കുറവാണ്. മറ്റേത് ഇച്ചിരി കോസ്റ്റ് വരും. ഡിറ്റർജന്റ് പൗഡർ ഇവിടെ അവൈലബിൾ ആണല്ലേ? അപ്പം അതും ഓർഗാനിക്കും അല്ല, അത് നമ്മുടെ നോർമൽ ടൈപ്പ് തന്നെയാണ്. ബട്ട് അത് ടോപ്പ് ക്വാളിറ്റി ആയിരിക്കും. ബയോ ആണ്, ബയോഡിഗ്രേഡബിൾ ആണ്, സൾഫേറ്റ്സ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സോ അതിന്റെ ഫ്രണ്ട് ലോഡ് ഉണ്ട്, ടോപ്പ് ലോഡ് ഉണ്ട്, ബക്കറ്റ് വാഷ് ഉണ്ട്. ബക്കറ്റ് വാഷിന്റെ 2 ഗ്രേഡ് ഉണ്ട്. 80 rupees 120. അതാ കോസ്റ്റ് വ്യത്യാസം വരും. 80 ഉണ്ട്, 120 റേഞ്ച് ഉണ്ട്. പിന്നെ ഇത് വൈറ്റ് ഡ്രസ്സിന് മാത്രം യൂസ് ചെയ്യും. വൈറ്റ് മാത്രമായിട്ട് കുറച്ചുകൂടെ ബ്ലീച്ചിങ് ഇതും കൂടെ ഉള്ള നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന പൗഡേഴ്സ് ആണത്. ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് നോർമലി ഇപ്പൊ ഒരു ബ്രാൻഡഡ് ഡിറ്റർജന്റ് പൗഡർ ആണെങ്കിൽ നിയർലി ഒരു 220-230 ഒക്കെയാണ് ഒരു കിലോയ്ക്ക് കോസ്റ്റ് വരും. ഇത് നമുക്ക് 150 വരുള്ളൂ. അതിന്റെ അതൊരിക്കലും ക്വാളിറ്റി കുറഞ്ഞിട്ടല്ല. ഞാൻ ആദ്യം പറഞ്ഞ ബ്രാൻഡിങ്, പാക്കിംഗ് ഇങ്ങനെയുള്ള കോസ്റ്റുകളെല്ലാം കട്ട് ഓഫ് ആകുമ്പോൾ വരുന്ന ഒരു കോസ്റ്റ് ആണത്. സൂപ്പർ ക്വാളിറ്റി ആയിരിക്കും. സോ ആ കാറ്റഗറിയിൽ ഇത്ര ഐറ്റംസ് ഉണ്ട്. ഇതിനൊക്കെ പഴയ പാത്രം കൊണ്ടുവന്നാൽ മതി. നമ്മുടെ വീട്ടിലെ ആ സോപ്പ് പൊടിയുടെ പാത്രം കൊണ്ടുവരിക, അതിലേക്ക് റീഫിൽ ചെയ്യാം. വെറുതെ വേസ്റ്റുകളും എല്ലാം ജനറേറ്റ് ചെയ്യണ്ട, മാക്സിമം അവോയ്ഡ് ചെയ്ത് ചെയ്യാം. നമ്മുടെ പുറകെ കാണുന്ന ഓയിലിൻ്റെ സെക്ഷനാണ് കേട്ടോ. അതായത് നമ്മുടെ വെളിച്ചെണ്ണ, അതുപോലെ പിന്നെ വിളക്കെണ്ണ വരുന്നുണ്ട്, കോക്കനട്ട് ഓയിൽ, പിന്നെ സൺഫ്ലവർ ഓയിൽ, ഇതിൻ്റെ ഓർഗാനിക് ആയിട്ടുള്ളത് ആ ഒരു സെക്ഷനാണ് ഇത്. പിന്നെ എള്ളെണ്ണ, റൈസ് ബ്രാൻ ഓയിൽ, അങ്ങനെ കുറേ ഓയിൽസ് അതിന്റെ ഒറിജിനൽ അല്ലേ? മരച്ചക്കിലാട്ടുന്നതാണ് ഇതെല്ലാം. മരച്ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ, എള്ളെണ്ണ, വെളിച്ചെണ്ണ മെറ്റൽ ചക്കാണ്. ബാക്കിയുള്ളതെല്ലാം കോൾ പ്രസ് എന്ന് പറയുന്നത് മരച്ചക്കാണ്. വളരെ മിനിമൽ ആയിട്ടുള്ളൂ. ഇപ്പൊ ഒരുപാട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് മരച്ചക്ക. കാരണം മരച്ചക്കിൽ നമുക്ക് എണ്ണ കുറവ് കിട്ടുള്ളൂ. ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ കിട്ടുന്നത് പെർസെന്റേജ് കുറവായിരിക്കും. സോ ഓയിലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചൂടായിട്ടുണ്ടാവില്ല, ഹീറ്റ് ആവില്ല. ഹീറ്റ് എപ്പോഴും ഓയിൽ ഹീറ്റ് ആവുന്ന അതിന്റെ
അതിന്റെ പ്രോപ്പർട്ടീസിന് വ്യത്യാസം വരും. സോ ഹീറ്റ് ചെയ്യാത്ത ഓയിലാണ് മരച്ചക്കില് കോൾഡ് പ്രസ്ഡ് എന്ന് പറയുന്നത്. അതിന്റെ നാച്ചുറൽ ഓയിൽസ് ആണ് ഇതെല്ലാം. ഇതിന്റെ എല്ലാം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന എല്ലാ സാധനവും ഉണ്ട്. ഇപ്പൊ നിലക്കടല, മസ്റ്റേർഡ്, വെളിച്ചെണ്ണ, എള്ളെണ്ണ, സൺഫ്ലവർ ഓയിൽ, അങ്ങനെ നമ്മൾ പാം ഓയിൽ മാത്രം ഞാൻ വെച്ചിട്ടില്ല. പാം ഓയിൽ ഞാൻ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സാധനമല്ല, ഞാൻ പാം ഓയിൽ വെക്കുന്നില്ല. സോ ബാക്കി എല്ലാ ഓയിൽസും, സൺഫ്ലവർ ഓയിലും ഓർഗാനിക് ഉണ്ട് എന്റെ. നോർമൽ വെച്ചിട്ടുണ്ട്, ഓർഗാനിക് വെച്ചിട്ടുണ്ട്. കാരണം കോസ്റ്റ് വൈസ് ഭയങ്കര വ്യത്യാസമാണ്. ഓർഗാനിക് വരുമ്പോൾ ഏതാണ്ട് 300 ഒക്കെ എടുത്ത് വരും, മറ്റേത് 130 ഒക്കെ ഉള്ളൂ. അപ്പൊ രണ്ടും കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സ്റ്റോർ ഒരു കാറ്റഗറൈസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം എല്ലാ തരത്തിലുള്ള ആളുകൾക്കും അഫോർഡബിൾ ആയിരിക്കണം സ്റ്റോർ. എന്നാ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇതാണ് ഇതിന്റെ വ്യത്യാസം, ഇത് എന്താണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഒരു നല്ലൊരു പെർസെന്റ് ഓഫ് പ്രോഡക്ട്സിന്റെ നോർമലും ഓർഗാനിക്കും കിട്ടും. ഉഴുന്ന് തന്നെ നോർമലും ഉണ്ട്, ഓർഗാനിക്കും ഉണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ വ്യത്യാസം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ആളുകളുടെ ചോയ്സ് ആണ്. ഇപ്പൊ എല്ലാവർക്കും ഓർഗാനിക് അഫോർഡബിൾ ആവണം നിർബന്ധമില്ല. അപ്പം ഡിഫറൻസ് പറഞ്ഞു കൊടുക്കും, ഇതാണ് അതിന്റെ വ്യത്യാസം, എന്തുകൊണ്ടാണ് ഇത് കോസ്റ്റ് ഡിഫറൻസ് വരുന്നത്. ഇതെല്ലാം എഡ്യൂക്കേറ്റ് ചെയ്ത് തന്നെയാണ് സാധനം കൊടുക്കുന്നത്, അല്ലാണ്ട് ചുമ്മാ ഒരു സാധനം അങ്ങനെ കൊടുക്കുന്നില്ല. ഓയിൽസിൽ തന്നെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വെളിച്ചെണ്ണയാണെങ്കിലും ഇപ്പം എള്ളെണ്ണ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് വയലെള്ളാണ്. വയലെള്ള് ഇത് വയലെള്ളിന്റെ തന്നെ കോൾഡ് പ്രസ്ഡ് ആണ്, മരച്ചക്കിലാട്ടണ വിത്ത് പാം ജാഗ്രയാണ്, കരിപ്പട്ടിയിട്ട്. ശർക്കര ഇട്ടോ കരിപ്പട്ടി ഇട്ടാണ് എള്ള ആട്ടുന്നത്. അതിൽ ശർക്കര ഇടുമ്പോൾ കോസ്റ്റ് കുറയും, കരിപ്പട്ടി ഇടുമ്പോൾ കോസ്റ്റ് കൂടും. ഇപ്പൊ ഒരു 60 രൂപയുടെ സാധനം ഒരു 400 രൂപയുടെ സാധനം നമ്മൾ ഇടുമ്പോഴുള്ള വ്യത്യാസമാണ് ആ കോസ്റ്റിംഗിൽ വരുന്നത്. അതിൽ ഇതുപോലെ ഇത് കാരളാണ്. കാരളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിസിനൽ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാരളാണ് എന്ന് പറഞ്ഞാൽ പറമ്പിൽ നട്ടുകൊണ്ടിരുന്നത്, തല തേക്കാൻ, എണ്ണ കാച്ചുക, ദോശയ്ക്ക് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ കാരളാണ്. അത് കറുപ്പായിരിക്കും, നല്ല കറുപ്പ് കളറായിരിക്കും. മറ്റേത് ഒരു ഗോൾഡൻ കളറായിരിക്കും വെള്ളെണ്ണയ്ക്ക്. സോ അങ്ങനെ അതുപോലെ റൈസ് ബ്രാൻ ഓയിൽ തവിടിന്റെ എണ്ണയാണ്. അത് ഇതുപോലെ മാർക്കറ്റിൽ കിട്ടുന്നത് കോസ്റ്റ് ഇതുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് ഇത് 750 വരും പെർ കിലോ, മറ്റേത് നിയർലി 200 താഴേക്കാണ് കോസ്റ്റ് വരുന്നത്. അതുപോലെ വെർജിൻ കോക്കനട്ട് എന്ന് പറഞ്ഞാൽ ഉരുക്ക് വെളിച്ചെണ്ണയാണ്. അത് തേങ്ങാപ്പാലിൽ നിന്ന് എടുക്കണേ, മെയിൻ ആയിട്ട് പിള്ളേരെ തേപ്പിക്കുക അങ്ങനെയുള്ള പർപ്പസിനാണ് വെർജിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ സോസുകളും വരുന്നുണ്ട്. അത് ബ്രാൻഡ് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അപ്പുറം കാണിച്ചാൽ ഓർഗാനിക് ഉണ്ട്, ഇത് നോർമൽ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ബോട്ടിൽ കൊണ്ടുവന്നെങ്കിൽ അതിലേക്ക് റീഫിൽ ചെയ്ത് കൊടുക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കുറേ ആദ്യം നമ്മൾ കുറേ പൾസസ് കണ്ടു. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഇതാ മൗത്ത് ഫ്രഷ്നർ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്പൈസസ് വരുന്നുണ്ട്. പിന്നെ വരുന്നതെല്ലാം തന്നെ ഇത് അരിയുടെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലേ. അരി നമുക്ക് ഏതാണ്ട് ഒരു 20-25 വെറൈറ്റി അരിയുണ്ട്, പല ടൈപ്പ് അരിയാണ്. ഇതിപ്പോ ബ്രൗൺ റൈസ് ആണ്. ഇത് നമ്മുടെ നോർമൽ ലോങ് ഗ്രെയിൻ മട്ട റൈസിന്റെ തവിടുള്ള അരി. അതിന്റെ 100% വരുന്നുണ്ട്, 80% വരുന്നുണ്ട്, 50% വരുന്നുണ്ട്, 10% തവിട് കളയുന്നതിനനുസരിച്ച്. പിന്നെ ഇവിടെ കുറെ പൾസസിന്റെ സെക്ഷൻ ഉണ്ട്. അതിന് ഇങ്ങോട്ട് വരുമ്പോൾ ശർക്കരയുടെ സെക്ഷൻ വന്നു. ഇത് പൾസസ് ഒക്കെ ഓർഗാനിക് ആണ്. നമ്മൾ അപ്പുറം കണ്ടത് നോർമൽ ആണ്. ഓർഗാനിക് ആണുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇത്. കണ്ടോ, ഇത് ചെള്ളു വന്നു തുടങ്ങി. അതെന്താന്ന് വെച്ചാൽ നമ്മൾ നോർമലി വാങ്ങുന്ന പയറ്, പരിപ്പ് ഇതെല്ലാത്തിനും ഷെൽഫ് ലൈഫ് ഭയങ്കര കുറവാണ്. നോർമലി വാങ്ങണേന് ഷെൽഫ് ലൈഫ് കിട്ടും, ഇത് ഓർഗാനിക്കിന് ഷെൽഫ് ലൈഫ് ഭയങ്കര കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്തെല്ലാം ഇൻസെക്ട്സിന്റെ ലാർവ ഉണ്ടാവും, മുട്ട. ഈ മുട്ടേനെ ട്രീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ട്രീറ്റ് ചെയ്ത് കളയുമ്പോൾ പിന്നെ ഒരു ചെള്ളു വന്ന് മുട്ടയിട്ട് കിട്ടാനുള്ള ഒരു സമയം കിട്ടും. ഇപ്പൊ ഒരു 3 months ഒക്കെ ലൈഫ് കിട്ടും. ഇത് വിത്തിൻ എ വീക്ക് ചെള്ളു വന്ന് കൊടുക്കും. അപ്പൊ ഞാൻ കസ്റ്റമർ കൊണ്ടുപോകുമ്പോഴും കസ്റ്റമർ അടുത്ത് പറയും ഇത് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 week യൂസ് ചെയ്യാവുന്ന പാകത്തിൽ ഉപയോഗിക്കാം. അത് കണ്ടാൽ മനസ്സിലാവും ഐറ്റം. ഇത് ചെറുപയറാണ്, ഇത് കണ്ടോ, ചെറുപയർ. ഇത് അൺപോളിഷ്ഡ് ആണ്, പോളിഷ്ഡ് ആയിരിക്കില്ല, നല്ല കളറായിരിക്കും. അത് പോളിഷ് ചെയ്യുന്നതാണ്. അതുപോലെ ഇത് ചെറുതായിരിക്കും, ഇത് ഇൻഡിജിനസ് വെറൈറ്റി ആണ്, നമ്മുടെ നാടൻ വെറൈറ്റി ആണ്. മറ്റേത് ഹൈബ്രിഡ് ആണ്. ഓൾമോസ്റ്റ് ഇതിന്റെ ഡബിൾ ഉണ്ട് അപ്പുറം ചെറുപയർ. മനസ്സിലായില്ലേ? ശർക്കരയിലേക്ക് വരികയാണെങ്കിൽ പല ടൈപ്പ് ശർക്കരയാണ്. നമ്മൾ 1-2 ശർക്കരയല്ലേ, പക്ഷെ ഇവിടെ 3-4 ടൈപ്പ് ഉണ്ട്. ശർക്കര പൊടിയുണ്ട് അല്ലേ. അപ്പൊ ഇതും ഓർഗാനിക് ആണ്. അത് ഓർഗാനിക് ആണ്. ഇത് മറയൂരിന്റെ എക്സ്പോർട്ട് ക്വാളിറ്റി ആണ്, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള. അതായത് കല്ല്, കരട്, കുമ്മായം ഇങ്ങനെയുള്ള യാതൊരു മിക്സും ഉണ്ടാവില്ല. 5 times ഫിൽറ്റേർഡ് ആയിരിക്കും. അരിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇതാണ് നമുക്ക് എക്സ്പോർട്ടിന് വേണ്ടി ചെയ്യുന്ന ശർക്കരയാണ് മറയൂരിന്റെ. ഇത് കിലോയ്ക്ക് 140 രൂപ വരും. അതുപോലെ മറയൂരിന്റെ നോർമൽ ആണത്, അതായത് മാർക്കറ്റിൽ കിട്ടുന്ന മറയൂർ ശർക്കര. ഇത് കിലോയ്ക്ക് 68 രൂപയുള്ളൂ. ഓൾമോസ്റ്റ് ഡബിളിന് മുകളിൽ കോസ്റ്റ് വ്യത്യാസമുണ്ട്. ബട്ട് ഇത് അരിക്കണം. നോർമലി നമുക്ക് അറിയാൻ പറ്റില്ല, നമുക്ക് പല ബാച്ച് വരുന്ന പല സാധനമാണ്. ഇത് നമുക്ക് എനിക്ക് കറക്റ്റ് സപ്ലയറെ അറിയാം. സോ ഞാനിത് 2 കീപ്പ് ചെയ്താണ്. ഈ കോസ്റ്റ് വൈസ് ഇത്രയും വ്യത്യാസമുള്ളതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇത് മാത്രം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇവിടെ ഭയങ്കര വില കൂടുതലാണ് എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ മറ്റേതും കൂടെ കീപ്പ് ചെയ്താണ്. ബട്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കും ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. കളർ വേരി ചെയ്യാം, ഓരോ ബാച്ച് അനുസരിച്ച് വ്യത്യാസം വരാം. അതുപോലെ ഇത് നമ്മുടെ കരിപ്പട്ടിയാണ്, പാം ജാഗറി. ഇത് ഒറിജിനൽ കരിപ്പട്ടിയാണ്. ഇത് പനങ്കൽക്കണ്ടല്ലേ? പനങ്കൽക്കണ്ടാണ്. പനങ്കൽക്കണ്ട് എന്ന് പറയുന്നത് ശരിക്കും ആ പിള്ളേർക്കൊക്കെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനം. പക്ഷെ അത് കൂടുതലും നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ ആണ്. വൈറ്റ് കൽക്കണ്ടം തന്നെയാണത്.
അതിലൊന്നെങ്കിൽ പനകൽക്കണ്ടം ചെറുതായിട്ട് മിക്സ് ചെയ്ത് വിടണു, അല്ലെങ്കിൽ കളർ ആഡ് ചെയ്യുന്നു. ഇത് നോർമലി മാർക്കറ്റിൽ ഒരു 100 രൂപ 120 രൂപ റേറ്റിലാണ് കോസ്റ്റ് 1 കിലോയ്ക്ക്. പക്ഷെ ഇതാണ് അതിന്റെ ഒറിജിനൽ സാധനം. ഇത് ശരിക്കും ഇത് കരിപ്പട്ടിയാണ്. ഇത് കരിപ്പട്ടിയുടെ ക്രിസ്റ്റലൈസ്ഡ് ഫോം ആണ് ശരിക്കും പനകൽക്കണ്ടം എന്ന് പറയുന്നത്. ഇത് ഒറിജിനൽ ആണോന്ന് അറിയാൻ ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഇതിൽ ചെക്ക് ചെയ്താൽ മതി. ഇതിൽ എല്ലാ കൽക്കണ്ടത്തിന്റെ അകത്തും പനയുടെ നാരുണ്ടാവും. ചിലത് ഇതിന്റെ അകത്തായിരിക്കുന്നുള്ളൂ, ഇതിലിപ്പോ പുറത്തേക്ക് തള്ളിയിപ്പുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഈ കരിമ്പനയുടെ ആ നാരിൽ പിടിച്ചാണ് ഈ പനകൽക്കണ്ടം ക്രിസ്റ്റലൈസ് ആവുന്നത്. അതുപോലെ ഇത് കരിപ്പട്ടിയുടെ തന്നെ, കരിപ്പട്ടി തന്നെ ചുക്ക്, തിപ്പലി, ജിഞ്ചർ ഇങ്ങനെയുള്ള എല്ലാം ആഡ് ചെയ്തേക്കണം. അതായത് നമ്മുടെ ത്രോട്ട് പെയിനൊക്കെ നല്ലതാണ്. ചുക്ക് കാപ്പിക്ക് ഉണ്ടാക്കാൻ, ചുമക്കൊക്കെ നല്ല സാധനം. ഇത് മറയൂർ ശർക്കരയുടെ ചുക്ക് തിപ്പലി കിട്ടാണ്. ശർക്കരയിൽ ഇട്ടെങ്ങനെയാണ്, ഇത് കരിപ്പട്ടിയിൽ ഇട്ടാണ്. അതുപോലെ ഇത് പാം ഷുഗർ ആണ്, കരിപ്പട്ടിയുടെ പൊടി, പഞ്ചസാരയാണ്. അതായത് ഇതൊക്കെ നമുക്ക് ഷുഗറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരു ഹെൽത്തി സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം. ബട്ട് ഇതൊന്നും ഡയബറ്റിക്കാർക്ക് ഉപയോഗിക്കാന്നല്ല പറയണേ. ഡയബറ്റിക്കാർക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ യൂസ് ചെയ്യാം, കാരണം ലോ ഗ്ലൈസമിക് ആണെന്ന് മാത്രം. ബട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപാട് എടുത്ത് ഉപയോഗിക്കാന്നല്ല. അതൊരു ഷുഗറും യൂസ് ചെയ്യാൻ പാടില്ല ശരിക്കും ഡയബറ്റിക്കാർക്ക്. ബട്ട് കോമൺലി നമ്മൾ പഞ്ചസാരയ്ക്ക് യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഷുഗറിനേക്കാളും ഒരു ബെറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് പാം ജാഗറി. അതുപോലെ കോക്കനട്ട് ഷുഗർ. തെങ്ങിന്റെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നീര വറ്റിക്കണയാണ്. അതായത് കള്ളാവുന്നതിന്, ഫെർമെന്റഡ് ആവുന്നതിന് മുമ്പുള്ള കള്ള് വറ്റിച്ചുണ്ടാക്കുന്ന ഷുഗറാണ് കോക്കനട്ട് ഷുഗർ. ഡാർക്ക് ബ്രൗണിഷ് കളറാണ്. ഇതിലൊക്കെ എപ്പോഴും നമുക്കൊരു എക്കണോമിക്കൽ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ശർക്കര പൊടിയാണ്. ചായയിലൊക്കെ ഇടാൻ പഞ്ചസാരയ്ക്ക് പകരം എപ്പോഴും യൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല സാധനം ജാഗറിയുടെ പൊടിയാണ്. ഇത് ശർക്കര പൊടിയാണ്. ഇത് ചായക്ക് നല്ല ടേസ്റ്റാണ്. നമ്മുടെ പാൽ ചായക്കൊക്കെ നല്ലൊരു ബൂസ്റ്റ് ഒക്കെ ഇടുന്ന ഒരു ഫ്ലേവറും കിട്ടും, നല്ല ടേസ്റ്റുമാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. എന്നാൽ ഷുഗറിൻ്റെതായ കെമിക്കൽ പ്രോസസ്സിംഗ് ഒന്നും ഇല്ലതാണ്. ശർക്കര ഒരിക്കലും മധുരത്തിന്റെ കാര്യത്തിൽ കുറവെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഈ പഞ്ചസാരയ്ക്കുള്ള പോലെ സൾഫർ ബ്ലീച്ചോ അങ്ങനെയുള്ള കെമിക്കൽ പ്രോസസ്സിങ്ങോ വൈറ്റനിങ്ങോ ബ്ലീച്ചിങ്ങോ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സും ജാഗറിക്കില്ല. ഇത് റാഗിയുടെ അവലാണ്. റാഗിയുടെ അവല് അത് ഇതുവരെ കണ്ടിട്ടില്ല. റാഗിയുടെ അവല് ശരിക്കും അത് പുതിയ പ്രോഡക്റ്റ് ആണോ? അത് പുതിയ പ്രോഡക്റ്റ് കിട്ടും. ഇത് നമ്മളാണ് ഇത് ഉപയോഗിക്കാത്തത്. ഇത് കൂടുതലും തമിഴ്നാട്ടിലൊക്കെ അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. പോഹ ഉണ്ടാക്കാൻ ഉപ്പുമാവ് പോലെ ഉണ്ടാക്കും. അതായത് ഇത് ജസ്റ്റ് വെള്ളത്തിലൊന്നിട്ട് സോക്ക് ചെയ്യണ്ട, ജസ്റ്റ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് പോഹ പോലെ ഉണ്ടാക്കാം. അതിന്റെ നല്ലതാണ്. നമ്മളിപ്പോ അവല് നനയ്ക്കാം, അങ്ങനെ നനയ്ക്കാം, പാലിലിട്ട് കഴിക്കാം. ഇനി ന്യൂഡിൽസിന്റെ സെക്ഷൻ ആണോ വരുന്നത്? ന്യൂഡിൽസ് എന്ന് പറയുമ്പോൾ നല്ല ഉഗ്രൻ നൂഡിൽസുകളാണ്. അതും ഈ മില്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ള ന്യൂഡിൽസിന്റെ ആണ്. അത് മാത്രമല്ല നമ്മൾ എപ്പോഴും വിചാരിക്കും ഈ ന്യൂഡിൽസിന് മസാല എന്താണ്, ഇതിന്റെ മസാല പൗഡർ അവൈലബിൾ ആണ്. അതായത് നോർമലി നമുക്ക് കിട്ടുന്ന ടേസ്റ്റ് മേക്കേഴ്സ് ആണ്. ഇതെല്ലാം സ്നാക്സിന്റെ സെക്ഷനാണ്. സ്നാക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം കോക്കനട്ട് ഓയിൽ ചെയ്യുന്നതാണ്, വെളിച്ചെണ്ണ ചെയ്യുന്നതാണ്. മറ്റേ നമ്മുടെ നോർമൽ ഇത് പാലക്കിന്റെ മുറുക്കാണ്. ഇത് കളറൊന്നുമല്ല, പാലക് ചീര അരക്കണയാണ്. അതായത് ഉണ്ടോ പാലക്ക്, അതായത് ചീര അരച്ചിട്ടുള്ള മുറുക്ക്. അതിനകത്ത് ഈ കളർ എന്ന് പറയുന്ന പാലക്കിന്റെ ചീരയുടെ കളറാണ്. ഇത് ഡ്രൈ ഫ്രൂട്ട് മിക്സ്ചർ ആണ്. അതായത് നമ്മുടെ ഇപ്പം നട്ട്സ്, സീഡ്സ്, പയറ് വർഗ്ഗങ്ങൾ എല്ലാം കൂടെ കൂടി മിക്സ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് മിക്സ്ചർ. അതുപോലെ ഇതാണ് ഒറിജിനൽ കായം, ശരിക്കുള്ള കായം ഇതാണ്. ഭയങ്കര സ്മെല്ലായിരിക്കും. ഇത് കുറച്ചിട്ടാ മതി. 10 ഗ്രാമിന് 200 രൂപ വരും. 10 ഗ്രാമിന് 200 രൂപ വരും. അത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഞങ്ങൾ സാമ്പാർ പൊടിക്കുന്നുണ്ട്. സാമ്പാർ പൊടിയിൽ നമ്മൾ ചേർക്കുന്ന 10 കിലോ സാമ്പാർ പൊടിക്ക് 100 ഗ്രാം കായം മതി. അത്രയും അളവ് കുറച്ചിട്ട് അതിപ്പോ കണ്ട സ്മെല്ല് തന്നെ. കുറച്ചു നേരം തുറന്നു വെച്ചാൽ നമ്മുടെ കണ്ണെരിയും. ഈ ഒരു സൈഡിലിരിക്കുന്ന കുറേ ടീയുടെ സെക്ഷനാണ്. നമുക്കറിയാം ടീയിലൊക്കെ ഒത്തിരി വിഷം ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസുകൾ വന്നതാണ്. അപ്പോൾ ഈ ഒരു തേയില എന്ന് പറയുന്ന 2-3 ടൈപ്പ് തേയിലകളുണ്ട്. അതിൽ ഓർഗാനിക്കിലാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെയാണ്? ഇത് ടീസിലെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. അതായത് സൗത്ത് ഇന്ത്യൻ ടീസ് ഉണ്ട്, അതുപോലെ ആസാം ടീ ഉണ്ട്. ആസാം ടീയിലും ഇത് രണ്ടും ഇച്ചിരി പ്രീമിയം ടീസ് ആണ്. പ്രീമിയം ടീ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് അളവ് കുറച്ച് മതി, നല്ല ഫ്ലേവർ ആണ്. കാരണം ഇപ്പൊ മൂന്നാറിന്റെ ഒക്കെ ഏതാണ്ട് ഒരു ഡബിൾ ഹൈറ്റിലാണ് ആസാം ഇരിക്കുന്നത്. സോ എപ്പോഴും എലിവേഷൻ കൂടുതലാണ്. സോ നല്ല ഫ്ലേവർ ആയിരിക്കും ചായക്ക്, കോപ്പർ കളർ ആയിരിക്കും ടീക്ക്. കറക്റ്റ് ആണ് സംഭവം. അപ്പൊ ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടീസ് എന്ന് പറഞ്ഞാൽ ആസാം, ഡാർജിലിംഗ് ആ ഏരിയയിലെ ടീസ് ആണ് ഏറ്റവും നല്ല ടീ വരിക. അതുപോലെ ഇത് കടുക്, ഉലുവ, ജീരകം. ഈ കടുക് എന്താണ്? 2 ടൈപ്പ്. അതായത് ഇത് നോർമൽ ആണ്, ഇത് ഓർഗാനിക് ആണ്.
സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണ്. ഇത് കുറച്ചുകൂടെ ചെറിയ ഓർഗാനിക് കടുക് നോക്ക്, കടുകാന്നും കൂടെ തോന്നില്ല, അതുപോലെ ചെറുതാണ്. അത് ഓർഗാനിക് ആയതുകൊണ്ട് മാത്രമല്ല, അത് അങ്ങനെ ചെറിയ വെറൈറ്റി ആണ്. ഇതുപോലെ തന്നെ ഇതിന്റെ വലുതിലും ഓർഗാനിക് കിട്ടും. വലിപ്പത്തിലുള്ള ഒരു വ്യത്യാസം അതിന്റെ അങ്ങനെ അറിയാനുണ്ടാവില്ല. അത് ചെറിയത് ഞാൻ എടുത്തു എന്നുള്ളൂ രണ്ടായിട്ട്. ഇവിടെയും കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് മില്ലറ്റ് വെച്ചിട്ടുള്ള കുക്കീസാണ്. ബാക്കി പല കുക്കീസുകളും നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഇതെല്ലാം മില്ലറ്റിൻ്റെ കുക്കീസുകളാണ് അല്ലേ. ലിറ്റിൽ മില്ലറ്റ്, അത് തന്നെ കോഡോ മില്ലറ്റ്, ഫോക്സ് ടെയിൽ മില്ലറ്റ്, ഇതെല്ലാം വെച്ചിട്ടാണ് ഈ കുക്കീസ്. അപ്പോൾ ഇതിന് നോർമലി മധുരത്തിന് ജാഗറിയാണ് ആഡ് ചെയ്യുക. മധുരം അങ്ങനെ ഭയങ്കര ഹൈ മധുരമില്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള മധുരം. കാരണം കൂടുതൽ ഇത് ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വരുന്ന സാധനമാണ്. നോർമലി നമ്മുടെ എല്ലാ ബിസ്ക്കറ്റ്സും, നമ്മളിപ്പോൾ എന്ത് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാലും, ഓട്സ് എന്ന് പറഞ്ഞാലും, ആരോ റൂട്ട് എന്ന് പറഞ്ഞാലും, എന്ത് ബിസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞാലും ഇതിന്റെ ബേസ് സാധനം മൈദയാണ്. ആരോ റൂട്ട് ഇപ്പോൾ ഇച്ചിരി ഉണ്ടാവുന്ന മാത്രം, അല്ലെങ്കിൽ ഓട്സ് ഇച്ചിരി ഉണ്ടാവുന്ന മാത്രം, ബട്ട് ബേസ് എപ്പോഴും മൈദ തന്നെയാണ് വരിക. സോ ഇത് മില്ലറ്റ് ബേസ് ആണ്. അപ്പൊ ഇത് നമ്മൾ കഴിച്ചാൽ മനസ്സിലാവും. ഇതിങ്ങനെ വായിലിങ്ങനെ പൊടിഞ്ഞു പോകും, സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഗ്ലൂട്ടൻ വരുമ്പോഴാണ് ആ ഒട്ടന ഇത് വരിക. ശരിക്കും അലിഞ്ഞു പോകുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. മില്ലറ്റ് ആണ് ബേസ്, കംപ്ലീറ്റ്ലി മില്ലറ്റ് ആണ് ബേസ്. ആൻഡ് ജാഗറിയാണ് മധുരത്തിന് ആഡ് ചെയ്തതാണ്. അത് ഇതിന്റെ ഓരോ മില്ലറ്റിന് ഇതിന്റെ ഒരു 4-5 വെറൈറ്റി അപ്പുറം ഉണ്ട്. ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ പേഴ്സണൽ കെയർ ഐറ്റംസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഷാമ്പൂ, ഫേസ് വാഷ്, ഇതെല്ലാം നമ്മൾ ഷോപ്പുകളിൽ നിന്ന് അങ്ങനെ തന്നെ അവർ വയ്ക്കുന്ന അതേ പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് വരില്ല. പക്ഷേ ഇത് നമ്മൾക്ക് ആവശ്യത്തിന് നമുക്ക് മണത്തും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞും എല്ലാം തന്നെ വാങ്ങാനായിട്ട് പറ്റുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഫേസ് വാഷ് ഒക്കെയാണ്. അതുപോലെ ഇത് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. ഇതിപ്പം എല്ലാ ടൈപ്പും ഉണ്ട്. ഫേസ് വാഷ് ഉണ്ട്, ബോഡി വാഷ്, പേഴ്സണൽ കെയർ എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഇതെല്ലാം സൾഫേറ്റ് ഫ്രീ, പാരബനസലസ് ഫ്രീ കാറ്റഗറിയിൽ വരുന്നതാണ്. ടോപ്പ് ക്വാളിറ്റി ആണ്. ഇത് കമ്പയർഡ് ടു നോർമൽ ഷാംപൂസ് ഇത് പ്രൈസ് കൂടുതലാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ ആയിട്ട് പ്രൈസ് കമ്പയർ ചെയ്താൽ പ്രൈസ് കുറവായിരിക്കും. അല്ലാത്ത ഷാമ്പൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കൂടുതലാണ്. അതിന്റെ പല ഡിഫറെന്റ് ഇതിൽ വരുന്നതാണ്. അലോവേര ജെല്ല്, അതുപോലെ തന്നെ സൺസ്ക്രീൻ ലോഷൻ. സൺസ്ക്രീൻ ഒക്കെ എന്താ പ്രത്യേകത? SPF 60 ആണ്. 60 വരുന്നതാണ്. അതും നമുക്ക് ലൂസ് ആയിട്ട് കൊണ്ടുപോകാം. നമ്മുടെ പഴയ ഇപ്പൊ നമ്മളിപ്പം നിങ്ങളുടെ പഴയ ബ്രാൻഡഡ് ആ പഴയ ബോട്ടിൽസ് കൊണ്ടുവന്ന് അതിലേക്ക് ഫില്ല് ചെയ്തുകൊണ്ട് പോകാം. അത് തന്നെ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ബോട്ടിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഗ്ലാസ് ബോട്ടിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബോട്ടിൽ വാങ്ങിച്ചോണ്ട് പോകാം. ഈ ബോട്ടിലിന് ഇപ്പൊ 20 രൂപയാണ്. ബോട്ടിൽ തിരിച്ചു വരുമ്പോൾ 20 രൂപ തിരിച്ചും തരും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ബോഡി വാഷുകളാണ്. ഇത് കുട്ടികളുടെ ഷാംപൂ ആണ്. ഇതെല്ലാം ആംല, ബ്രിങ്കരാജ്, ഹിബസ്കസ്, അലോവേര, കണ്ടീഷണേഴ്സ് ആണ്. അതെല്ലാം ഹെയർ ഓയിൽസ് ആണ്. ഇത് കരിഞ്ചീരകത്തിന്റെ എണ്ണാണ്, ബ്ലാക്ക് ക്യുമിൻ ഓയിൽ. ആൻഡ് ഇത് കുട്ടികളുടെ ഹെയർ ഓയില്, ഒലിവ് ഓയിലിന്റെ പ്രീമിയം, അതായത് ഹെയർ ഓയിലായിട്ട് യൂസ് ചെയ്യുന്ന ഒലിവ് ഓയിൽ. ദെൻ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. ഇത് മസാജ് ഓയിലാണ്. ഇതും മസാജ് ഓയിലാണ്. ഇത് കുട്ടികളുടെ മസാജ് ഓയിൽ. അത് ഫ്ലാക്സ് സീഡ് ഓയിൽ. അങ്ങനെ ലൈക്ക് പേഴ്സണൽ കെയർ ആയിട്ട് വരുന്ന അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഹ്യൂജ് വെറൈറ്റി അങ്ങനെ ഉണ്ടാവില്ല. പല ബ്രാൻഡ്സിന്റെ പല സാധനങ്ങൾ അങ്ങനെയില്ല. ബട്ട് അത്യാവശ്യം നിങ്ങൾക്ക് എന്തൊക്കെ വേണോ ഗ്രോസറി അതെല്ലാം ഇവിടെ ഉണ്ടാവും. മോയ്സ്ചറൈസിംഗ് ക്രീം എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള പേഴ്സണൽ കെയർ ഐറ്റംസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതും ഈ ഒരു സ്റ്റോറിലുണ്ട്. ഇവിടെ കുറച്ച് മസാല പൗഡേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവരുടെ ഓൺ പ്രൊഡക്ഷനിലുള്ളതാണ്. ചില്ലി പൗഡേഴ്സ്, മസാല പൗഡേഴ്സ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രസപ്പൊടി ഇല്ലേ, അത് നമ്മുടെ കേരള സ്റ്റൈലിൽ പൊടിയല്ലാതെ ഇങ്ങനെ എന്താ പറയാ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചേച്ചി ഉണ്ടാക്കണതാണ്. അതായത് തക്കാളി മല്ലിയിലയും മാത്രം ആഡ് ചെയ്താൽ മതി, ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ടാവും. ആൻഡ് ഇത് ഭയങ്കര ഫ്ലേവർ ആണ്. സ്മെൽ ചെയ്ത് മനസ്സിലായി. ഒരു രസം കുടിച്ച് ഭയങ്കര ഇന്റൻസ് സ്മെല്ലാണ്. നോർമലി നമുക്ക് മാർക്കറ്റിൽ യൂസ് ചെയ്യാം. നമുക്ക് ഇത് നമുക്കൊരു 2 months 3 months വരെയൊക്കെ കീപ്പ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ഇരിക്കും. നോർമലി എത്ര നന്നായിട്ട് വറുത്ത് ഇത് ചെയ്തെടുക്കണാണല്ലോ, ലൈഫ് കിട്ടുന്നതാണ്. ചട്നിപ്പൊടി ഇത് നമ്മുടെ പെപ്പർ ആഡ് ചെയ്യുന്നതാണ്. ഇത് ചില്ലി ആഡ് ചെയ്യുന്നതാണ്. ഇത് തമിഴ് ബ്രാഹ്മിൻസിന്റെ, ഇതെനിക്ക് ഈറോഡ് നിന്ന് വരുന്നതാണ്. തമിഴ് ബ്രാഹ്മിൻസിന്റെ ഒരു ഹോം മെയ്ഡ് അവരുടെ സാധനമാണ്. ഇതെനിക്ക് ഇവിടെ കിഴക്കമ്പലത്തിൽ ചേച്ചി ഉണ്ടാക്കി തരുന്ന നല്ല സാധനമാണ്. അതുപോലെ മീറ്റ്, ചിക്കൻ, കയറൊക്കെ നമ്മൾ പൊടിക്കണയാണ്, നമ്മുടെ ഓൺ മേക്കാണ്. അതുപോലെ മുളക്, മല്ലി, നൂഡിൽസിന്റെ അത് അപ്പുറ സൈഡില് നൂഡിൽസിന്റെ മസാല ഉണ്ട്. അതും സ്പൈസസ് ബേസ്ഡ് ആണ്. അത് ഞാൻ പൊടിക്കുന്നതല്ല, അതങ്ങനെ അവര് നൂഡിൽസ് അവർ തരുന്നതാണ്. ബട്ട് സ്പൈസസ് ബേസ്ഡ് ആണ്. മറ്റേ ടേസ്റ്റ് മേക്കേഴ്സ് ആയിരിക്കില്ല. അതുപോലെ മുളക്, മല്ലി, മഞ്ഞളിലൊക്കെ ഇത് മല്ലിപ്പൊടിയുടെ സാധാ മല്ലിയുടെ പൊടിയാണ്. ഇത് ചെറുമല്ലിയാണ്. അതാണ് ഞാൻ അവിടെ പച്ചമല്ലി എന്ന് പറഞ്ഞ് കാണിച്ചത്. ഇതിന് ഫ്ലേവർ ഭയങ്കര കൂടുതലാണ്. ഇതൊരു 3 സ്പൂൺ ഇടുമ്പോൾ ഇത് 1 സ്പൂൺ ഇട്ടാൽ മതി. അത്രയും വ്യത്യാസമുണ്ട് ഫ്ലേവറിൽ. ഇത് മുളക് പൊടിയുടെ നാടനാണ്. ഇത് ഓർഗാനിക് ആണ്. ഇത് കാശ്മീരിയാണ്. ഇത് എരിവില്ലാത്ത. ഈ നാടനും ഓർഗാനിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നാടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മുളക് എടുത്ത് വാഷ് ചെയ്ത് പൊടിച്ചെടുക്കണതാണ്.
അത് ഓർഗാനിക്കലി ഗ്രോൺ ആയിട്ടുള്ള മുളകായിരിക്കണം എന്നില്ല. ഇല്ല, നമുക്ക് കിട്ടുന്നതിൽ നല്ല ക്വാളിറ്റി എടുത്ത് നമ്മൾ വാഷ് ചെയ്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ പെസ്റ്റിസൈഡ്സ് ഉണ്ടാവാം. നമ്മൾ 10 തവണ വാഷ് ചെയ്താലും ചാൻസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ചിലപ്പോൾ ഉണ്ടാവാം. ഓർഗാനിക് എന്ന് പറയുന്നത് ഓർഗാനിക്കലി ഗ്രോൺ ആയിട്ടുള്ള മുളക് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും വ്യത്യാസമുണ്ട്. പാക്കറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഫാ ബെറ്റർ ആണ്. അതിലും നല്ലതായിരിക്കും ഇത്. അപ്പോൾ ഞാൻ രണ്ടും വെച്ചിട്ടുണ്ട്. രണ്ടിന്റെ വ്യത്യാസം പറഞ്ഞു കൊടുക്കും ആളുകൾക്ക്. ഇത് ഓർഗാനിക്കലി ഗ്രോൺ ആണ്. ഇത് കുറച്ചുകൂടെ നല്ല എരിവുമാണ്. കുറച്ചിട്ടാൽ മതി. ഇതും നല്ല പാക്കറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചിട്ടാൽ മതി. ഇനി നമ്മൾ പാലിലേക്ക് നോക്കട്ടെ. ഈ പാലിനും ഇവിടെ കുറേ പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാ പ്രത്യേകതകൾ? പാല് ശരിക്കും A1 മിൽക്ക് തന്നെയാണ്. പക്ഷേ നമുക്ക് നോർമലി ഇവിടെ കിട്ടുന്ന പാലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാം ഗ്രോൺ ആണ്. അതായത് ഫാമിൽ പശുവിനെ വളർത്തി അതിൻ്റെ അകത്ത് കാറ്റിൽ ഫീഡൊക്കെ എല്ലാം കൊടുത്ത് വളർത്തുന്ന പശുക്കളുടെ പാലാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന നാടൻ പാലല്ല. ബട്ട് ഇത് ഫ്രീ ഗ്രേസ് ആണ്, അഴിച്ചു വിടുന്ന പശുക്കളുടെ പാലാണ്. ആൻഡ് ഇറ്റ്സ് ഫാമേഴ്സ് മിൽക്കാണ്. ഇതൊരു ഫാമായിട്ട് നടത്തി അങ്ങനെയുള്ള പാലല്ല. ഇത് പാലക്കാട് ചിറ്റൂർ പഞ്ചായത്തിലെ പശുക്കളുടെ മാത്രം ഫാമേഴ്സിൻ്റെ പാല് കളക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇത് വേറെ ഫീഡ്സ് ഒന്നും കൊടുക്കില്ല, നാച്ചുറൽ ഫീഡ്സ് മാത്രം കൊടുത്തുള്ള മിൽക്കാണ്. അത് പാസ്ചറൈസ്ഡ് ആണ്. നമുക്ക് എല്ലാ ദിവസവും രാവിലെ വരും, വൈകുന്നേരം തീരും. അതാത് ദിവസം തീരുന്ന രീതിയിലാണ് എടുക്കുന്നത്. ഇന്നും നാളെ ഉപയോഗിക്കാം. തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൂടെ യൂസ് ചെയ്യാം. അതുപോലെ ദോശമാവ് അതുപോലെ തന്നെയാണ്, ഗ്ലാസ് ബോട്ടിലാണ്. ഈ പാലാണെങ്കിലും ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത് 35 റുപ്പീസിനാണ്, പ്ലസ് 5 റുപ്പീസ് ബോട്ടിലിന്. 5 രൂപ അഡീഷണൽ ബോട്ടിൽ വാങ്ങിക്കും. ബോട്ടിൽ തിരിച്ചുകൊണ്ട് വരുമ്പോൾ 5 രൂപ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ആൾക്കാർ എന്തുകൊണ്ടാണ് ബോട്ടിൽ നാളെ തിരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ 35 രൂപയ്ക്ക് പാല് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഒരു തവണ 5 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. അതുപോലെ ദോശമാവ് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് 50 റുപ്പീസാണ്. ഒരു ലിറ്ററിന് 50 റുപ്പീസിനാണ് ഞങ്ങൾ കൊടുക്കുന്നത്. സൂപ്പർ സാധനമാണ്, നല്ല ടേസ്റ്റാണ്. ഇതും അതുപോലെ തന്നെ ബോട്ടിൽ റിട്ടേൺ പോളിസിയാണ്. ബോട്ടിൽ തിരിച്ചു കൊണ്ടുവന്നാൽ ബോട്ടിലെ പൈസ അഡീഷണൽ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതുപോലെ ഈ വെജിറ്റബിൾസും പിന്നെ ഫ്രൂട്ട്സും. അതെ, വെജിറ്റബിൾസ് നമ്മൾ നോർമലി ലോക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ആണ്. ഓർഗാനിക് നമ്മൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു സാധനമാണെങ്കിൽ പോലും നമുക്ക് വെജിറ്റബിൾസ് ഓർഗാനിക് എന്ന് ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മുടെ മണ്ണിന് ഒരു 6-7 വർഷം വെറുതെ ഇട്ട് കൃഷി ചെയ്ത് വേറെ ഒന്നും റെസിഡ്യൂ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൃഷി ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓർഗാനിക് എന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിത് പറയുന്നത് പെസ്റ്റിസൈഡ് ഫ്രീ അല്ലെങ്കിൽ സേഫ് ടു ഈറ്റ് കാറ്റഗറിയിലാണ്. അതായത് നമ്മുടെ ലോക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള നമ്മൾ തമിഴ്നാട്ടിൽ അങ്ങനെയുള്ള കടകളിൽ നിന്നും മാർക്കറ്റ്സിൽ നിന്നും വെജിറ്റബിൾസ് എടുക്കാറില്ല. പഞ്ചായത്തുകളിൽ ലേലം വിളിക്കുന്നത് അങ്ങനെയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് വരുന്ന സവാള, കിഴങ്ങ്, ചുവന്നുള്ളി നോർമൽ മാർക്കറ്റ് വരുന്നതാണ്. അത് നമുക്ക് അങ്ങനെയാണ് കിട്ടാനുള്ളൂ. ബാക്കിയുള്ള പ്രൊഡക്ട്സുകളെല്ലാം ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അതായത് വീടുകളിൽ ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ പാവയ്ക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഉണ്ടപ്പാവയ്ക്കൊന്നും നമുക്ക് അത് നമുക്ക് എല്ലാ ദിവസവും എല്ലാ ഐറ്റം കിട്ടൂല. ഇപ്പൊ നമുക്ക് ആഴ്ചയിൽ 3 ദിവസമാണ് വെജിറ്റബിൾസ് ഉള്ളൂ. തിങ്കൾ, ബുധൻ, വെള്ളി ഈ 3 ദിവസങ്ങളാണ് വെജിറ്റബിൾ ഉള്ളത്. അതിൻ്റെ അകത്ത് എല്ലാ ഐറ്റംസും നമുക്ക് എല്ലാ ദിവസവും കിട്ടില്ല. അപ്പൊ ചിലപ്പോൾ തക്കാളി ഉണ്ടാവില്ല, ചിലപ്പോൾ പാവയ്ക്ക ഉണ്ടാവില്ല. ഉള്ള സാധനം കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പം ഇപ്പൊ ഇഞ്ചി ഇല്ല, അവിടെ ഇഞ്ചി ഇല്ലാത്തൊരു ഒരു പച്ചക്കറി കട ഉണ്ടാവില്ലോ. അപ്പൊ ഇഞ്ചി എനിക്ക് ഇന്നലെ കിട്ടിയില്ല, അതുകൊണ്ട് ഇഞ്ചി ഇല്ല. മുളക് ഇല്ല, മുളക് കിട്ടിയില്ല, മുളകില്ല. അപ്പം കിട്ടുന്ന സാധനം കൊടുക്കും. ഇപ്പൊ കൊലയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ അവിടെ മംഗലത്തേട അങ്ങനെയൊക്കെയുള്ള മാർക്കറ്റ്സ് ഉണ്ട്, കോലഞ്ചേരി റിലേറ്റഡ് ആയിട്ട്. കോലഞ്ചേരി മെയിൻ സ്റ്റോർ കോലഞ്ചേരിയാണ്. അപ്പൊ അവിടെയുള്ള മാർക്കറ്റുകളിൽ ഇഷ്ടംപോലെ നാടൻ കൊലകൾ വരുന്നുണ്ട്. അപ്പൊ ആ കൊലകൾ ഞങ്ങൾ പോയി ലേലം വിളിച്ചെടുക്കുന്ന കൊലകളാണ് എങ്ങനെ എടുക്കുന്നത്. പച്ചക്കറി ഇങ്ങനെ 2-3 പേരിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ ലോക്കലി സോഴ്സ് ചെയ്യുന്ന 2-3 പേരിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം സേഫ് ടു ഈറ്റ് കാറ്റഗറി വരുന്ന സാധനങ്ങളാണ് പച്ചക്കറികളെല്ലാം. ഫ്രൂട്ട്സും അതുപോലെ ഓർഗാനിക്കും ഉണ്ട്, നോർമലും ഉണ്ട്. ഫ്രൂട്ട്സ് ഞാൻ മാർക്കറ്റിൽ നിന്നും ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. ചിലപ്പം ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ദിവസങ്ങളിൽ ഒരു ഐറ്റം കിട്ടും, ചില ദിവസം 2 ഐറ്റം കിട്ടും. അപ്പോൾ അത് മാത്രം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ഭാഗം എല്ലാം ഇതായിട്ടിരിക്കും. അപ്പം ഓർഗാനിക് ഉള്ളത് ഓർഗാനിക് മെൻഷൻ ചെയ്ത് കൊടുക്കും. ഇപ്പം നമുക്കിപ്പോൾ ഉള്ളതിൽ ഇപ്പം ഇത് ഓർഗാനിക് ഗ്രേപ്സ് ആണ്. ഇത് ഓർഗാനിക് സർട്ടിഫൈഡ് ഗ്രേപ്സ് ആണ്. ഇത് 1 kg ബോക്സ് ആണ്, വിത്ത് സീഡാണ്, കായുള്ള മുന്തിരിയാണ്. പെസ്റ്റിസൈഡ്സോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. മുന്തിരി പെസ്റ്റിസൈഡ്സ് ഇല്ലാണ്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. വളരെ കുറച്ച് ഫാംസ് ആണ് ഓർഗാനിക് മുന്തിരി ചെയ്യുന്നുള്ളൂ. അതിന് ഇതിന്റെ കോസ്റ്റും ഭയങ്കര കൂടുതലാണ്. ഇത് 220 വരും, ഒരു കിലോയ്ക്ക് 220 രൂപ കോസ്റ്റ് വരും. ഇത് നമ്മുടെ സാധാ മുന്തിരിയാണ്, മാർക്കറ്റിൽ കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ രണ്ടും വെച്ചിട്ടുണ്ട്, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും ഇതാണ് വ്യത്യാസം. ഇതാകുമ്പോൾ കോസ്റ്റ് അത്രയും വരില്ല, അതിന്റെ പകുതി വിലയ്ക്ക് അത് കിട്ടും. ഇത് ഓൾമോസ്റ്റ് ഡബിൾ ആവും. അങ്ങനെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട്സിലാണെങ്കിൽ ഇപ്പോൾ അവക്കാഡോസ് ഒക്കെ നമുക്കിപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കൃഷി കിട്ടുന്നുണ്ട്. ഈ ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ വയനാടൊക്കെ അവക്കാഡോസ് ഉണ്ട്, അത് നല്ല അവക്കാഡോ കിട്ടും. പിന്നെ നമുക്ക് കിട്ടുന്നത് മാംഗോസ്റ്റിൻ കിട്ടും, റംബൂട്ടാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെയുള്ള ലോക്കലി ഫ്രൂട്ട്സുകളെല്ലാം നമുക്ക് വേറെ വനമണികളൊന്നും ഇല്ലാത്ത സാധനങ്ങൾ കിട്ടും. പിന്നെ മാംഗോസ് നല്ല ഒരു റേഞ്ച് ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാം തീർന്നു. ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊരു 4-5 വെറൈറ്റി ഓർഗാനിക് മാംഗോസ് റെഗുലർ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഫ്രൂട്ട്സിൽ കിട്ടുന്നത്. പിന്നെ ബാക്കി ആപ്പിൾ അങ്ങനെയുള്ളതൊക്കെ ഈ നമ്മുടെ ഷിംല
ആപ്പിളിൻ്റെ സമയത്ത് നമുക്ക് ഓർഗാനിക് ആപ്പിൾ കിട്ടും. അല്ലാത്ത സമയത്ത് വരുന്നതെല്ലാം നോർമൽ സാധനങ്ങളാണ്. ഡിപ്പെൻസ് ആണ്. അതിപ്പം ഫ്രൂട്ട്സ് ഭയങ്കര ഷോർട്ടാണ്. ഇടയ്ക്ക് 1-2 ഐറ്റംസ് ഒക്കെ ഇടയ്ക്ക് കിട്ടുമെന്നുള്ളൂ. അങ്ങനെ നമുക്ക് എപ്പോഴും കിട്ടില്ല. വന്നത് പറഞ്ഞ് കൊടുക്കും ആൾക്കാർക്ക്. ഇവിടെ വന്നിട്ട് ഈ കുറച്ച് സംഭവങ്ങളും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോകുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതിൽ ഏറ്റവും എനിക്ക് ആദ്യം പറയേണ്ടത് ആ പെൻസിലാണ്. കണ്ടോ, നീമിൻ്റെ സ്റ്റെമ്മില്ലേ, ആ സ്റ്റെമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന പെൻസിലാണിത്. ഞാനിങ്ങനെ കുറേ സൂക്ഷിച്ചൊക്കെ നോക്കി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാനായിട്ട് കേട്ടോ. ഒരു രക്ഷയില്ല. ഇത് നീം സ്റ്റെം തന്നെയാണ് അല്ലേ? ഓക്കെ. ഇതിൽ ലെഡ് ഫിൽ ചെയ്താണ്. എനിക്ക് തോന്നുന്നത് മെൽറ്റ് ചെയ്തങ്ങനെ ആയിരിക്കാം. മെൽറ്റ് ചെയ്തായിരിക്കാം. അങ്ങനെ അല്ലെങ്കിൽ കയറ്റാൻ പറ്റില്ല, ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കണേ. ഓക്കെ. പിന്നെ ഫേസ് റോളറാണ്. ഫേസ് റോളർ ഇങ്ങനെ നമ്മുടെ ജോ ലൈനൊക്കെ അടിപൊളിയായിട്ട് വരാൻ വേണ്ടിയിട്ട് ഫേസ് റോളർ. ഇതെല്ലാം തന്നെ എല്ലാം നീം വുഡാണ്. ഓക്കെ. ഇതൊക്കെ സ്ട്രോകളാണ്. ഞാൻ വന്നിട്ട് ഞെട്ടിപ്പോയ സംഭവമാണ് ഇത്. ബാംബൂന്റെ സ്ട്രോ ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നമുക്ക് നല്ല വീട്ടില്. പിന്നെ ഇത് കടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് റീയൂസ് ചെയ്യാം. കുറേ നാള് പ്ലാസ്റ്റിക്കിനെ മാറ്റുക എന്നുള്ള ആ ഒരു വലിയ ലക്ഷ്യമാണ് ഇതിന്റെ പിന്നില്. സ്റ്റീലിൻ്റെ ആണ് അല്ലേ? സ്റ്റീലിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാംഫുൾ അല്ല. നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ബൗളാണ്. ഇപ്പോൾ പിള്ളേർക്ക് ന്യൂഡിൽസോ അല്ലെങ്കിൽ ബൗളിൽ സൂപ്പോ എന്ത് കൊടുക്കാനായിട്ടും നല്ല ഓർഗാനിക് ആയിട്ട് ഒരു പഴമയിലേക്ക് തിരിച്ചു പോകാനായിട്ട് നമുക്ക് പറ്റുന്ന സംഭവമാണ് കേട്ടോ ഇത്. പിന്നെ ഇത് എന്താണെന്ന് എനിക്ക് കണ്ടിട്ടും മനസ്സിലായില്ല. ഇപ്പോഴാണ് മനസ്സിലായത്. ടങ് ക്ലീനറാണ്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒക്കെ ടങ് ക്ലീനർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇത് നീം വുഡിലുള്ള ടങ് ക്ലീനറാണ്. കുട്ടികൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം. ടങ് ക്ലീനർ തന്നെ നമുക്ക് അതിന്റെ കോപ്പർ ഉണ്ട്. ഇത് കോപ്പറിലുള്ളതാണ്. ഇതൊക്കെ ലൈഫ് ലോങ് യൂസ് ചെയ്യാം, പോവില്ല. ഒരിക്കലും യൂസ് ചെയ്യില്ല. അത് കോപ്പറിൽ. അതുപോലെ തന്നെ മറ്റൊരു ടങ് ക്ലീനർ ഇത് ബാംബൂയിലുള്ള ടങ് ക്ലീനർ കേട്ടോ. പ്രകൃതിയോടൊത്ത് ജീവിക്കാന്ന് പറയുന്നത്. ഇത് ബാംബൂന്റെ ടൂത്ത് ബ്രഷ് ആണ്. ടൂത്ത് ബ്രഷ് ഇതിനൊന്നും വലിയ വിലയില്ല. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടൂത്ത് ബ്രഷ് എന്ന് പറഞ്ഞാണെങ്കിൽ അത് മണ്ണിൽ അലിയ പോലും ഇല്ല. അപ്പൊ ആദ്യം പറഞ്ഞു 2000 years ഒക്കെയാണ് അതിന്റെ ലൈഫ് പറയാം. അതായത് നമ്മളിപ്പോ ജനിച്ചപ്പോൾ യൂസ് ചെയ്യുന്ന ഓരോ ടൂത്ത് ബ്രഷും നമ്മുടെ പറമ്പിൽ കിടപ്പുണ്ടാവും ഇപ്പോഴും. പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു സ്റ്റോർ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി പ്ലാസ്റ്റിക് ഇല്ലാതെ ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സും കൊണ്ട് പ്രീമിയം പ്രോഡക്ട്സ് അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു സ്റ്റോർ. അതാണ് ഞാൻ ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല സൂപ്പർ എപ്പിസോഡുമായിട്ട് ഇൻ വോഗ് നിങ്ങളിലേക്ക് എത്തും. കാണാൻ മറക്കണ്ട. സോ ബൈ.